Good afternoon. Okay. എല്ലാരും ഊണൊക്കെ കഴിച്ചോ? Okay, സാജിദ, good afternoon. വിഘ്നേഷ്, good afternoon. നിമ്മി, okay. ഊണൊക്കെ കഴിച്ചോ എല്ലാവരും? ഓക്കെ, കഴിച്ചു അല്ലേ? നമുക്ക് തുടങ്ങിയാലോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, തുടങ്ങാം. അപ്പൊ നമ്മള് ഓക്കെ, അതിന് ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മള് പഠിച്ചത് മെഡിക്കൽ ഇൻഷുറൻസിന്റെ പഠിച്ചു ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് മെഡിക്കൽ ഇൻഷുറൻസ് എന്താണ്, അതിന്റെ കുറെ ടേമുകൾ നമ്മൾ പരിചയപ്പെട്ടു. പിന്നെ മെഡിക്കൽ ഇൻഷുറൻസിന്റെ എടുക്കുന്നതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് അല്ലെ, അതിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, പിന്നെ IRDAI ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഇൻഷുറൻസ് കവറേജ് ലഭിക്കാത്ത ചില കണ്ടീഷൻസിനെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. അതിലൊന്നാണ് വെയിറ്റിംഗ് പീരീഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. അപ്പൊ വെയിറ്റിംഗ് പീരീഡിൽ നമുക്ക് ആ സമയത്ത് എന്ത് ചെയ്യില്ല, നമുക്കൊരു നിശ്ചിത കാലയളവ് വരെ വെയിറ്റിംഗ് പീരീഡിലുള്ള ചില അസുഖങ്ങളുണ്ട് അല്ലെ. അത്തരം അസുഖങ്ങൾക്ക് ഒരു നിശ്ചിത കാലയളവ് വരെ നമുക്ക് പോളിസി എടുത്താലും ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല ആണല്ലോ. ഓക്കെ, പക്ഷെ ആ ഒരു കാലയളവ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പോളിസിക്ക് വേണ്ടിയിട്ട് അത്തരം അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ വെയിറ്റിംഗ് പീരീഡിൽ വരുന്ന കുറച്ച് അസുഖങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞത് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ പറഞ്ഞു അല്ലെ. ഹോസ്പിറ്റലൈസേഷൻ കവർ, ഹോസ്പിറ്റൽ ക്യാഷ് കവർ, ക്രിട്ടിക്കൽ ഇൽനെസ് കവർ, പേഴ്സണൽ ആക്സിഡന്റ് കവർ, ദെൻ ടോപ്പ് അപ്പ് കവർ. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് കേട്ടോ. വായിച്ചു നോക്കിയോ നിങ്ങള്? ഇവിടെ വരെയുള്ള ഭാഗങ്ങള് വായിച്ചു നോക്കിയിരുന്നോ? വായിച്ചു നോക്കി. ക്ലിയർ ആണല്ലോ? അത്രയും ഭാഗങ്ങളൊക്കെ ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഭാഗം നോക്കാം. ശരി, അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാനേ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് കേട്ടോ. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. എന്താണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു ശരിക്കും പറഞ്ഞ ഒരു സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാം തന്നെയാണ്. അതായത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസുകളിൽ നിന്നൊക്കെ ഒരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു എന്താ പറയുക സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാം തന്നെയാണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പേരിൽ തന്നെ ഉണ്ട്, അതൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ്, ഒരു വെൽഫെയർ പ്രോഗ്രാം ആണ്. പ്രത്യേകിച്ച് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണ് കേട്ടോ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ആൻ ഇൻഷുറൻസ് പ്രോഗ്രാം ദാറ്റ് മീറ്റ്സ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഫോളോയിങ് 3 കണ്ടീഷൻസ്. അപ്പൊ അവിടെ 3 കണ്ടീഷൻസ് അവരവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന 3 കണ്ടീഷൻസുകളിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആയിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊടുത്തേക്കുന്ന ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ഓരോന്നും എന്താന്ന് കൃത്യമായിട്ട് നോക്കാം. ഒന്നാമത്തെ നമുക്ക് നോക്കാം. പാർട്ടിസിപ്പേഷൻ ഇൻ ദ പ്രോഗ്രാം ഈസ് mandatory either by law or by the conditions of employment. എന്താണ് പറയുന്നത്? മാൻഡേറ്ററി പാർട്ടിസിപ്പേഷനെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നിയമപ്രകാരം അല്ലെങ്കിൽ തൊഴിൽ വ്യവസ്ഥ പ്രകാരം ഓരോ ആളുകളും ഓരോ ആളെന്ന് പറയുന്നില്ല, നമുക്കൊരു എൻറ്റയർ പീപ്പിൾ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ എന്തായിരിക്കണം? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പങ്കാളികളായിരിക്കണം. എന്നോട് ശ്രദ്ധിക്കാൻ നിങ്ങള്. അതായത് ഒന്നില്ലെങ്കിൽ നിയമപ്രകാരം ബൈബലോ അല്ലെ നിയമപ്രകാരം, അല്ലെങ്കിൽ തൊഴിൽ വ്യവസ്ഥ പ്രകാരം ആളുകള് അല്ലെ, ആളുകൾ എന്ന് വെച്ചാൽ അതൊരു പോപ്പുലേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെ, ആളുകളായിരിക്കാം. അവരെന്താണ് ഈ പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമായിരിക്കണം, അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസിൽ അവര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം, പങ്കാളികളായിരിക്കണം. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊരു കാര്യം ഓർത്താൽ മതി. നമ്മുടെ ESI ഉണ്ടല്ലോ, ESI ആനുകൂല്യം, അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് പഠിക്കുന്നുണ്ട്.
അത് തന്നെ ഇതിന്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ഐദർ ബൈ ലോ എന്നാണ് പറയുന്നത്, നിയമപ്രകാരം. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നിയമം മൂലം അനുശാസിക്കുകയാണ് ഇവിടെയുള്ള ആളുകൾ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമാകണമെന്ന് നിയമം മൂലം അനുശാസിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ പൗരന്മാരും എന്തായിരിക്കണം, ആ ഒരു ഇൻഷുറൻസിൽ നമ്മൾ പങ്കാളികളായിരിക്കും, അല്ലെ, ഭാഗമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ സ്വയം നമ്മൾക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ വേതനത്തിന്റെ ഒരു ഭാഗം നമ്മൾ ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും, അല്ലെ. അത് നിയമം മൂലം അനുശാസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു രാജ്യം അങ്ങനെ പറയാണ്, നിയമം മൂലം പറയാണ് ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമായിരിക്കണം ആളുകൾ എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പൗരന്മാരും അതനുസരിക്കുകയും ചെയ്യും, അതിന്റെ ഭാഗമാവുകയും ചെയ്യും, അല്ലെ. അതോ എന്താണ് മെഡിസെപ്പ്? മെഡിസെപ്പ് എല്ലാവർക്കും കിട്ടില്ല കേട്ടോ, അതാണ് മെഡിസെപ്പ് ഗവൺമെന്റ് ജീവനക്കാർക്കൊക്കെയാണ് മെഡിസെപ്പ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. എല്ലാ ആളുകളും തന്നെ പറയുന്നത് പ്രധാനമായിട്ടും ഒരു കൂട്ടം ആളുകൾ എന്ന് വെച്ചാൽ ഒരു ജോലിക്കാര്, ഈ പ്രൈവറ്റ് ഫേമിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരുടെ ശമ്പളത്തിന്റെ, അവരുടെ വേതനത്തിന്റെ ഒരു ഭാഗം അവർ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും, ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും, നിയമം മൂലം അങ്ങനെ. ഇനി തൊഴിൽ വ്യവസ്ഥ പ്രകാരം ആവാം. ഇപ്പൊ ഒരു തൊഴിൽ വ്യവസ്ഥ പ്രകാരം ഒരു എംപ്ലോയർ, ഒരു തൊഴിലുടമ തൊഴിലാളികളോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമാകണം എന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയീസ് എന്താവും, അതിന്റെ ഭാഗമായിരിക്കും, അല്ലെ. അപ്പൊ അത്രയും അങ്ങനെ മാത്രം മനസ്സിലാക്കിയാൽ മതി. മാൻഡേറ്ററി പാർട്ടിസിപ്പേഷൻ ആണ് കേട്ടോ, നിർബന്ധപൂർവ്വമുള്ളൊരു പങ്കാളിത്തം ആവശ്യമാണ്. പാർട്ടിസിപ്പേഷൻ ഇൻ ദ പ്രോഗ്രാം ഈസ് മാൻഡേറ്ററി ഐദർ ബൈ ലോ, അല്ലെങ്കിൽ നിയമപ്രകാരം, ഓർ ബൈ ദ കണ്ടീഷൻസ് ഓഫ് ദ എംപ്ലോയ്മെന്റ് കേട്ടോ. അല്ലെങ്കിൽ തൊഴിൽ വ്യവസ്ഥ പ്രകാരം ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ആളുകളെ ഈ പറയുന്ന സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമായിരിക്കണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, the program is exercised on behalf of a group and limited to a group member. അതായത് ഈ പറയുന്ന സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിന് വേണ്ടി പ്രയോഗിക്കപ്പെടുകയും ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾക്കായിട്ട് പരിമിതപ്പെടുത്തുകയും ചെയ്തിരിക്കുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളായിരിക്കാം, അല്ലെ. അപ്പൊ അതാണ് പറയുന്നത്, മെയിൻ ആയിട്ട് ഒരു വ്യക്തിഗതമായിട്ട് കൊടുക്കുന്നതല്ല, ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് പ്രയോഗിക്കപ്പെടുകയും ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾക്കായിട്ട് ലിമിറ്റ് ചെയ്തിട്ടില്ല, പരിമിതപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതാണ് അവിടെ പറയുന്നത്, പ്രോഗ്രാം ഈസ് എക്സർസൈസ്ഡ് ഓൺ ദ ബിഹാഫ് ഓഫ് എ ഗ്രൂപ്പ് ആൻഡ് ലിമിറ്റഡ് ടു എ ഗ്രൂപ്പ് മെമ്പേഴ്സ്. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, an employer makes a contribution to the program on the behalf of an employee. എംപ്ലോയറും എംപ്ലോയി എന്താന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എംപ്ലോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലുടമയാണ് കേട്ടോ, മാറിപ്പോകരുത്. എംപ്ലോയർ എംപ്ലോയർ എന്ന് പറയുമ്പോൾ തൊഴിലുടമകളാണ് കേട്ടോ, തൊഴിൽദാതാക്കളാണ്. എംപ്ലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൊഴിലാളികൾ, എംപ്ലോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ എംപ്ലോയി തൊഴിലാളികൾ കേട്ടോ, മാറിപ്പോകരുത്. നിങ്ങൾക്ക് അറിയണ്ടാവും, എങ്കിലും പറഞ്ഞു മാത്രം കേട്ടോ. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാല് an employer makes a contribution to the program on the behalf of an employee. അതായത് ഒരു എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എംപ്ലോയർ തൊഴിലുടമ എന്ത് ചെയ്യാണ്, ഒരു നിശ്ചിത തുക ഈ പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും നല്ല എക്സാമ്പിൾ നിങ്ങൾ ESI ആലോചിച്ചാൽ മതി. നമ്മൾ എത്തിക്സ് ആൻഡ് ലീഗൽ ആസ്പെക്ട് പഠിച്ചപ്പോ ESI ആക്ടിനെ പറ്റി പറഞ്ഞിരുന്നു, അല്ലെ, പഠിച്ചില്ലേ? അവിടെ ചെറുതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് തൊഴിലുടമകളും അതുപോലെ തൊഴിലാളികളും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഷുറൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പറയുന്ന കണ്ടീഷൻസ്, ആ പറയുന്ന ESI എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് സ്കീമാണ്. നോക്കി ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ്, മാൻഡേറ്ററി പാർട്ടിസിപ്പേഷൻ ആണ്. ഐദർ ബൈ ലോ അല്ലെങ്കിൽ ഒരു തൊഴിൽ വ്യവസ്ഥ പ്രകാരം ഈ പറയുന്ന ആളുകള് ഹെൽത്ത് ഇൻഷുറൻസിന്റെ പങ്കാളികളായിരിക്കും. ESI എന്ന് പറയുന്ന ആനുകൂല്യം പ്രധാനമായിട്ടും വ്യാവസായിക തൊഴിലാളികൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അത് ESI ഇത്ര ബെനിഫിറ്റ്, അതായത് ഇത്ര ശമ്പളം വാങ്ങുന്ന, അതിനൊരു ലിമിറ്റ് ഒക്കെ ഉണ്ട്, നമ്മൾ അതിലേക്ക് എത്താം. അപ്പൊ ആ ഒരു ലിമിറ്റില് ജോലി ചെയ്യുന്ന പ്രൈവറ്റ് ഫേമിലും മറ്റും വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ESI പ്രൈവറ്റിൽ മാത്രമല്ല ഗവൺമെന്റിലുണ്ട് ESI ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്നത് നിയമം മൂലമുള്ളതാണ്. അപ്പൊ ശരിയല്ല, ആദ്യത്തെ കണ്ടീഷൻ കറക്റ്റ് അല്ലേ? അല്ലെങ്കിൽ നിയമപ്രകാരം അല്ലെങ്കിൽ തൊഴിൽ വ്യവസ്ഥ പ്രകാരമാണെങ്കിൽ ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമാണ്. ഒന്ന്. രണ്ടാമത് നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എന്താണ്, ഈ ഒരു സ്കീം എന്ന് പറഞ്ഞാല് ഒരു ഗ്രൂപ്പിന് വേണ്ടി പ്രയോഗിക്കപ്പെടുകയും ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾക്കായിട്ട് പരിമിതപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു ഇൻഷുറൻസ് ആണ്. PSI എടുക്കുകയാണെങ്കിൽ അത് പ്രധാനമായിട്ടും വ്യാവസായിക തൊഴിലാളികൾ, ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പൊ ഒരു ഗ്രൂപ്പ് അല്ലേ ഇവിടെ വരുന്നത്? ഓക്കെ, ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ടല്ലേ അത് പ്രയോഗിക്കപ്പെടുന്നത്. പിന്നെന്താണ് പറഞ്ഞത് മൂന്നാമത്തെ കണ്ടീഷൻ, എംപ്ലോയർ തൊഴിലുടമ
തന്റെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഒരു നിശ്ചിത തുക എന്തിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന സ്കീമിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതും കറക്റ്റ് ആണ്. PSA എടുക്കുകയാണെങ്കിൽ അവിടെ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഒരു നിശ്ചിത തുക, ഒരു നിശ്ചിത റേറ്റ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഇൻഷുറൻസ് സ്കീമിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന 3 കണ്ടീഷൻസ് അവിടെ സാറ്റിസ്ഫൈഡ് ആണ്. സോ അതൊരു എക്സാമ്പിൾ ആണ് ഇതിന് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എക്സാമ്പിൾ. ഇത്രയും മനസ്സിലായി നിങ്ങൾക്ക്? എന്താണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് മനസ്സിലായോ? അതിന്റെ പ്രത്യേകതകളാണ് കേട്ടോ പറയുന്നത്. ഒന്ന് മാൻഡേറ്ററി പാർട്ടിസിപ്പേഷൻ, ഐദർ ബൈ ദ ലോ ഓർ ബൈ ദ കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? എന്താണ് എക്സസൈസ് ഓൺ ദ ബിഹാഫ് ഓഫ് എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പ് തൊഴിലാളികൾക്ക്, അങ്ങനെ ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഇതിനകത്ത് തൊഴിലുടമകൾ തന്റെ തൊഴിലാളികൾക്കായിട്ട് ഒരു നിശ്ചിത തുക ഇതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ഹെൽത്ത് ഇൻഷുറൻസിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ ആണോ? അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കേട്ടോ, ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ദ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. കേട്ടോ, ഇനി സാധാരണ ഒരു ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ പ്രത്യേകതകളും അതിന്റെ പ്രയോജനങ്ങളും എന്തൊക്കെയാണ്? ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ധാരാളം പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ധാരാളമായിട്ടുണ്ട്, എങ്കിലും ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ പ്രത്യേകതകള് അല്ലെങ്കിൽ അതിന്റെ പ്രയോജനങ്ങള് എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് നോക്കിക്കേ, ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ് ആണ് ഓഫേർഡ് അറ്റ് എ ലോ കോസ്റ്റ്, അല്ലെ? അതായത് വളരെ കുറഞ്ഞ ചെലവില്, വളരെ ചുരുങ്ങിയ ചെലവ് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകൾ എടുക്കാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ പ്രീമിയം തുകയ്ക്ക്, അല്ലെ? നമ്മളിപ്പോ ഒരു പ്രൈവറ്റ് എന്താ പറയാ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം പ്രീമിയം തുകയൊക്കെ വരും, അല്ലെ? അല്ലെങ്കിൽ അത് കൊടുത്ത കപ്പാസിറ്റി ഒക്കെ ഉള്ള ആളുകൾക്ക് അത് പ്രശ്നമില്ല. പക്ഷെ അതേസമയം ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്ന് പറയുമ്പോൾ വളരെ ചുരുങ്ങിയ ചെലവില്, അല്ലെ, വളരെ കുറഞ്ഞ പ്രീമിയം തുകയിൽ തന്നെ നമുക്ക് എന്തെടുക്കാനായിട്ട് പറ്റും? ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും, അല്ലെ? അപ്പൊ എല്ലാവർക്കും അത് അഫോർഡബിൾ ആണ്. ഏത് സാധാരണക്കാർക്ക് വേണ്ടി എന്തെടുക്കാം? ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ ഭാഗമാവാനായിട്ട് പറ്റും, അല്ലെ? അതാണ് ഇവിടെ പറയുന്നത്. ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ് ആർ ഓഫേർഡ് അറ്റ് ലോ കോസ്റ്റ്, വളരെ കുറഞ്ഞ പ്രീമിയം തുകയിൽ അല്ലെങ്കിൽ കുറഞ്ഞ ചെലവ് കൊണ്ട് തന്നെ നമുക്ക് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ എടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, BPL ഫാമിലീസ് ക്യാൻ ആൾസോ ഗെറ്റ് ഓഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് വിത്ത് ദിസ് പോളിസി. ഓക്കെ, അതായത് BPL ഫാമിലി, BPL എന്ന് പറഞ്ഞാൽ എന്താണ്? ബിലോ പോവർട്ടി ലൈൻ ആണ്, അല്ലെ? ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള കുടുംബാംഗങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കും ഈ ഒരു പോളിസിയുടെ അല്ലെങ്കിൽ ഈ ഒരു ഇൻഷുറൻസിന്റെ പ്രയോജനങ്ങൾ ലഭിക്കുന്നുണ്ട്, അവർക്കും ലഭിക്കുന്നുണ്ട്. പിന്നെന്താണ്? ദ പോളിസി ഗ്യാരണ്ടീസ് കവറേജ് ഫോർ ദ പുവർ പീപ്പിൾ. ഈ പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ്. പാവപ്പെട്ട ആളുകൾക്കുള്ള ഒരു കവറേജ് ഈ ഒരു പോളിസി ഉറപ്പുവരുത്തുന്നുണ്ട്, അല്ലെ? പിന്നെന്താണ്? ദ പോളിസി കൺസിസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ് ഇൻ ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഫോർ ദ ബെറ്റർ ഹെൽത്ത് കെയർ. ഈ പറയുന്ന പോളിസി എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും ഒരുപോലെ ബാധകമാണ്. എന്ന് പറഞ്ഞാല് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എടുത്തിട്ടുള്ളത് കൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മാത്രമേ ട്രീറ്റ്മെന്റ് കിട്ടുള്ളൂ എന്ന് നിർബന്ധമില്ലാണ്ട് അവിടെ മാത്രമേ കിട്ടുള്ളൂ എന്നല്ല ഉദ്ദേശിക്കുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന് നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? ഈ പറയുന്ന ഹെൽത്ത് കെയർ അത് ഈ ഒരു ഇൻഷുറൻസ് ഉപയോഗിച്ച് നമുക്ക് കിട്ടും. ഓക്കെ, അല്ലാണ്ട് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ആയതുകൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ അങ്ങനെയില്ലാന്ന്. അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിലും നമുക്ക് ആ ഒരു ആരോഗ്യ പരിചരണം ലഭിക്കുന്നതിനുള്ള അവസരമുണ്ട് എന്നാണ് പറയുന്നത്. ഇത്രയും പ്രത്യേകതകൾ മാത്രം നിങ്ങൾ നോക്കാം കേട്ടോ. അപ്പൊ ഇതൊക്കെ ആലോചിച്ചാൽ കിട്ടാവുന്ന കാര്യമുള്ളൂ. ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ ബെനിഫിറ്റുകളും ഫീച്ചേഴ്സും ഒക്കെ എന്തൊക്കെയാണ്? ഒന്ന്, വളരെ കുറഞ്ഞ ചെലവ് കൊണ്ട് തന്നെ നമുക്ക് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് കൊടുത്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്കും ഈ പറയുന്ന പോളിസികൾ, ഈ പറയുന്ന ഇൻഷുറൻസിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. പാവപ്പെട്ട ആളുകൾക്കുള്ള ഇൻഷുറൻസ് കവറേജ് ഉറപ്പുവരുത്തുന്നു. ഈ പറയുന്ന ഇൻഷുറൻസ് പോളിസി ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഒരുപോലെ ബാധകമാണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞിട്ട്? മനസ്സിലായോ? ഓക്കെ അല്ലേ? അടുത്തത് നെക്സ്റ്റ് നമുക്ക് നോക്കാം. അടുത്ത നമ്മൾ പഠിക്കുന്നത് ESI ആണ് കേട്ടോ, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിനെ പറ്റിയിട്ട്. അതിൽ കുറച്ച് കാര്യം നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്?
നമ്മുടെ എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസ് പഠിച്ചപ്പോൾ ESI ആക്ടിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ആക്ടാണ് നമ്മൾ പഠിച്ചത് അല്ലെ. ആ ഒരു ESI ആക്ട് മൂലം മുന്നോട്ട് വന്നിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇതൊരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമാണ്. അപ്പൊ ഇവിടെ നമുക്ക് ESIനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഇതിലെ ഓരോ പോയിന്റുകളും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരു പോയിന്റ് പോലും ഇതിനകത്ത് കളയാനില്ല. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ESI നന്നായിട്ട് പഠിക്കണം. ഇത് നമുക്കല്ലാതെ നമുക്ക് ആവശ്യം വരും. നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലൊക്കെ നമുക്ക് ആവശ്യം വന്നിരുന്നു. അതുകൊണ്ട് ഇതിലെ പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഒന്നാമത്തെ നോക്കാം നമുക്ക്. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1948 ആദ്യത്തെ പോയിന്റ് ആണ് കേട്ടോ. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1948 1948 ഇങ്ങനൊരു ESI സ്കീം എന്ത് ചെയ്യുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അത് അവിടെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ 1948 അവിടെ പഠിച്ചതാണ്. ഓക്കെ, ഇനി നോക്കുക. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം അഥവാ ESIS കേട്ടോ. ESIS എന്ന് പറയുന്ന സ്കീമിനാണ് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം ഗീവ്സ് ബോത്ത് ക്യാഷ് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ് കേട്ടോ. ഈ പറയുന്ന ESI സ്കീമിന് പറയുന്നത് പണമായിട്ടുള്ള ആനുകൂല്യങ്ങളും മെഡിക്കൽ ആനുകൂല്യങ്ങളും പ്രൊവൈഡ് ചെയ്യും. രണ്ട് തരത്തിലും ആനുകൂല്യം നമ്മൾ അവിടെ പഠിച്ചിരുന്നു. അതായത് സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള ഒരു ഭദ്രത ഉറപ്പാക്കുന്ന ഒരു ഇൻഷുറൻസ് സ്കീമാണെന്ന് നമ്മൾ അന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതാണ് പറയുന്നത്. ഈ ഒരു സ്കീം പണമായിട്ടുള്ളതും ആരോഗ്യപരമായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ക്യാഷ് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താന്ന് വെച്ചാൽ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ESIC എന്ന് പറയുന്ന കോർപ്പറേഷൻ കേട്ടോ. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ controls the scheme and it is a corporate semi-government body led by the Union Minister of Labour as chairman and Director General as the Chief Executive. Important ആണ് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. അതായത് നമ്മുടെ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഉണ്ടല്ലോ ESIC, അവരാണ് ഈ പറയുന്ന സ്കീമിനെ മുന്നോട്ട് കൊണ്ടുവന്നത് കേട്ടോ. ആ ഒരു കോർപ്പറേഷൻ ആണ് ESIC ആണ് ESI എന്ന് പറയുന്ന ആ ഒരു സ്കീമിനെ മുന്നോട്ട് കൊണ്ടുവന്നതും ആ ഒരു സ്കീമിനെ കൺട്രോൾ ചെയ്യുന്നതും ESIC ആണ് കേട്ടോ. ഇനി എന്താണ് ഈ ESIC എന്ന് പറയുന്നത്? അതൊരു കോർപ്പറേറ്റ് സെമി ഗവൺമെന്റ് ബോഡിയാണ്. അത് അർദ്ധ സർക്കാർ സ്ഥാപനം എന്നൊക്കെ പറയില്ല. അതുപോലെ പകുതി ഗവൺമെന്റ് പകുതി ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനി. ആ രീതിയിൽ ഒരു കോർപ്പറേറ്റ് സെമി ഗവൺമെന്റ് ആക്കിയൊരു ബോഡിയാണ്. എന്നുവെച്ചാൽ അർദ്ധ സർക്കാർ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സ്ഥാപനമാണ്, ഒരു ബോഡിയാണ്. അതില് ലീഡഡ് ബൈ ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആസ് ചെയർമാൻ. അതായത് നമ്മുടെ കേന്ദ്ര തൊഴിൽ മന്ത്രി ഉണ്ടല്ലോ, കേന്ദ്ര തൊഴിൽ മന്ത്രിയാണ് ESICയുടെ ചെയർമാൻ ആയിട്ട് പ്രവർത്തിക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നമ്മുടെ കേന്ദ്ര തൊഴിൽ മന്ത്രിയാണ് ESICയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആൻഡ് ഡയറക്ടർ ജനറൽ ആസ് ദ ചീഫ് എക്സിക്യൂട്ടീവ്. ESICയുടെ എക്സിക്യൂട്ടീവ് ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ്? അത് നമ്മുടെ ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആണ് കേട്ടോ. ഡയറക്ടർ ജനറൽ അതാരാണെന്നൊന്നും ചോദിക്കില്ല, പക്ഷെ എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ശരിക്കും നമ്മുടെ കേന്ദ്ര തൊഴിൽ മന്ത്രി എന്ന നിലവിൽ ആരാണ്? മൻസുഖ് മാണ്ഡവ്യയാണ് തോന്നുന്നത്. മൻസുഖ് മാണ്ഡവ്യ അദ്ദേഹമാണ് ഈ പറയുന്ന ESICയുടെ ചെയർമാൻ എന്ന് പറയുന്നത് കേട്ടോ. ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ആണ്. നമ്മുടെ നിലവിൽ അശോക് കുമാർ സിംഗ്, നിലവിൽ എനിക്കറിയില്ല കേട്ടോ. ഡയറക്ടർ അശോക് കുമാർ സിംഗ് എന്ന് പറയുന്ന വ്യക്തിയാണ് അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആണ്. അദ്ദേഹമാണ് ഡയറക്ടർ ജനറൽ കേട്ടോ. അദ്ദേഹമാണ് ESICയുടെ ചീഫ് എക്സിക്യൂട്ടീവ്. അതൊന്നും ചോദിക്കില്ല, നിങ്ങൾ ഓർത്തു വെക്കുക. ESICയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? കേന്ദ്ര തൊഴിൽ മന്ത്രിയാണ് കേട്ടോ. യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആണ്. അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റിന് തന്നെ നമുക്ക് 3 കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. ഒന്നെന്താ പഠിച്ചത്? 1948 ഈ ഒരു സ്കീം എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഫസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ് ഈ പറയുന്ന സ്കീമിനെ മുന്നോട്ട് കൊണ്ടുവന്നതും ഈ ഒരു സ്കീമിനെ കൺട്രോൾ ചെയ്യുന്നതും ESIC ആണ്. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്? അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് കേന്ദ്ര തൊഴിൽ മന്ത്രിയാണ്. അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ആണ്. ഓക്കെ, ഇത്രയും പോയിന്റുകൾ കിട്ടിയില്ലേ? അവിടുന്ന് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അടുത്ത നോക്കാം. പിന്നെ ഈ ഒരു സ്കീം എന്ന് പറയുന്നത് നമുക്ക് ക്യാഷ് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ് രണ്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. പണമായിട്ടുള്ളതും മെഡിക്കൽ ആയിട്ടുള്ള ബെനിഫിറ്റുകളും ഈ ഒരു സ്കീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് കേട്ടോ, രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കാം. To make use of the sickness benefit, the employee has to have worked for 78 days before the sickness. അതായത് ഇതൊരു മെഡിക്കൽ ആനുകൂല്യം കൊടുക്കുന്ന സ്കീമാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതൊരു സിക്നെസ് ബെനിഫിറ്റ് ലഭിക്കുന്നതിന് വേണ്ടി
മുമ്പായിട്ട് ഈ പറയുന്ന ജീവനക്കാര് അവര് എന്താണ് സിക്നസ് ലീവ് എടുക്കുന്നതിന് മുമ്പായിട്ട് 78 ദിവസം മുമ്പെങ്കിലും അവര് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ വർക്ക് ചെയ്തിരിക്കണം. പറഞ്ഞ് മനസ്സിലായോ? ടു മേക്ക് ദ യൂസ് ഓഫ് സിക്നസ് ബെനിഫിറ്റ്, സിക്നസ് ആനുകൂല്യം ലഭിക്കണമെങ്കിൽ the employee has to have worked for 78 days before the sickness. ഇവർക്ക് അസുഖം വരുന്നതിന് മുമ്പായിട്ട് ഒരു 78 ദിവസമെങ്കിലും അവർ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ വർക്ക് ചെയ്തിരിക്കണം. എത്ര ദിവസമാണ്? 78 days. ആ 78 days ഒന്നും അതെല്ലാം ചെയ്തിരിച്ചോട്ടോ. അപ്പൊ സിക്നസ് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ എംപ്ലോയീസ് അവരുടെ സിക്നസ് ലീവ് എടുക്കുന്നതിന് മുമ്പായിട്ട് 78 ദിവസം മുമ്പെങ്കിലും തുടർച്ചയായിട്ട് അവിടെ വർക്ക് ചെയ്തിരിക്കണം. പിന്നെ വരുന്ന എന്താണ്? Similarly, to make the use of the maternity benefit, the woman has to have worked for 70 days. 70 days ചെയ്ത് വെക്കണേ ബിഫോർ അവൈലിംഗ് ദ ബെനിഫിറ്റ്. ഇനി പ്രസവാനുകൂല്യങ്ങളാണ് ലഭിക്കേണ്ടതെങ്കിൽ ഈ പറയുന്ന ഒരു സ്ത്രീക്ക് പ്രസവാനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ അദ്ദേഹം അതിലെന്ത് ചെയ്യണം? ഈ പ്രസവാവധി എടുക്കുന്നതിന് മുമ്പായിട്ട് 70 ദിവസമെങ്കിലും അതിന് മുമ്പായിട്ട് 70 ദിവസമെങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ വർക്ക് ചെയ്തിരിക്കണം. പറഞ്ഞു മനസ്സിലായല്ലോ? അത് രണ്ടാമത്തെ പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ ജീവനക്കാർക്ക് സിക്നസ് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ 78 ദിവസം മുമ്പെങ്കിലും, സിക്നസ് അവധി എടുക്കുമല്ലോ, അതിന് ഒരു മുമ്പായിട്ട് ഒരു 78 ദിവസം അവർ കണ്ടിന്യൂസ് അവിടെ വർക്ക് ചെയ്തിരിക്കണം. മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ സ്ത്രീകളെ പ്രസവാവധി എടുക്കുന്നതിന് മുമ്പായിട്ട് 70 ദിവസമെങ്കിലും കണ്ടിന്യൂസ് അവിടെ വർക്ക് ചെയ്തിരിക്കണം കേട്ടോ. മാറിപ്പോകരുത്, നോട്ട് ചെയ്തിരിക്കുക. അടുത്ത പോയിന്റ് ഇതാണ്. പ്രൈമറിലി ഡിസൈൻഡ് ടു ഹെൽപ്പ് ഫാക്ടറി വർക്കേഴ്സ് handle the expenses following accidents and occupational hazards. ഇത് നമ്മുടെ ഇവിടെ ESI ആക്ടിൽ പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. പ്രത്യേകമായിട്ട് ഈ വ്യാവസായിക തൊഴിലാളികൾ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന തൊഴിൽ സംബന്ധമായിട്ട് അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങള്, ബുദ്ധിമുട്ടുകള്, അതിനൊക്കെയുള്ള ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിലുള്ള ഒരു സ്കീമാണ് ESI സ്കീം കേട്ടോ. പ്രധാനമായിട്ട് ഫാക്ടറി തൊഴിലാളികളെയാണ് അത് ലക്ഷ്യമിടുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ നോക്കൂ, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം is available for the workers employed in different factories in India. കേട്ടോ, നമ്മുടെ ഇന്ത്യയില് വിവിധ ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഈ ഒരു സ്കീമിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താന്ന് വെച്ചാല് ഇനിയുള്ളത് നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. The workers drawing wages not in excess of 21,000 per month can take part in this scheme. ഇതാണ് എന്റെ ലിമിറ്റ് കേട്ടോ. അതായത് പ്രതിമാസം 21,000 രൂപയില് താഴെ വരുമാനമുള്ളവർക്ക് മാത്രമേ എന്ത് ആനുകൂല്യം ലഭിക്കുള്ളൂ? ESI ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. അല്ലെങ്കിൽ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പ്രതിമാസം 21,000 രൂപയോ അതിൽ താഴെയോ വേതനമുള്ളവർക്ക് മാത്രമേ ഈ പറയുന്ന ESI ആനുകൂല്യത്തിന് എലിജിബിൾ ആവുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ESI ആനുകൂല്യം ലഭിക്കുള്ളൂ കേട്ടോ. ഒരിടയ്ക്ക് എനിക്ക് ഒരു 15,000 ഒക്കെ ആയിരുന്നു ആദ്യം വന്നത്. ഇപ്പൊ കുറച്ചും കൂടെ കൂട്ടി 21,000 ആണ് കേട്ടോ. 21,000 അതിൽ താഴെയോ വരുമാനം, പ്രതിമാസ വരുമാനം ഉള്ളവർക്ക് മാത്രമേ ESI ആനുകൂല്യം ലഭിക്കുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ വരുമാനം വാങ്ങുന്ന പ്രൈവറ്റ് ആൾക്കാർക്കൊന്നും കിട്ടില്ല കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇത്രയും ലിമിറ്റ് 21,000 ആണ് കേട്ടോ. അതാണ് അവിടെ ഓർക്കേണ്ട കാര്യം. അടുത്ത പോയിന്റ് ഇതാണ്, അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്. എംപ്ലോയീസ് ആൻഡ് എംപ്ലോയീസ് ഷെയർ ദ പ്രീമിയം ഫോർ ദ പാർട്ടിസിപ്പേഷൻ ഇൻ ദിസ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം കേട്ടോ. ഈ പറയുന്ന ESI സ്കീമിനകത്ത് എംപ്ലോയറും അതായത് തൊഴിലുടമകളും തൊഴിലാളികളും അതിന്റെ പ്രീമിയം ഷെയർ ചെയ്യുന്നുണ്ട് അല്ലെ. എന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടരും അതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ടു കൂട്ടരും അതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ESI സ്കീമിലൂടെ കേട്ടോ. തൊഴിലുടമകളും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, തൊഴിലാളികളും എന്തിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് എത്രയാണെന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത് കേട്ടോ. അത് നോട്ട് ചെയ്ത് വെക്കാം. എംപ്ലോയീസ് പേ ഓൺ എൻ ആവറേജ് 0.75% ഓഫ് ദ വേജ് കേട്ടോ. അതായത് തൊഴിലാളികൾ അവരുടെ വേതനത്തിന്റെ 0.75%, എത്രയാണ്? 0.75% ആണ് ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അടുത്തതോ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂട്ട് 3.25% ഓഫ് ദ വേജ് ആണ് കേട്ടോ. അതേസമയം തൊഴിലുടമകള്, തൊഴിൽ ദാതാക്കള് വന്നിട്ട് 3.25% എന്ത് കോൺട്രിബ്യൂട്ട് എന്തിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. രണ്ടുപേരും ഒരേ രീതിയിലല്ല കേട്ടോ. കൂടുതലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആര് തന്നെയാണ്? തൊഴിലുടമകളാണ്. എംപ്ലോയർ ഈ ജീവനക്കാരുടെ അവരുടെ വേതനത്തിന്റെ 3.25%, തൊഴിലാളികളാണെങ്കിൽ അവരുടെ വേതനത്തിന്റെ 0.75%-മാണ് ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്.
കേട്ടോ. അപ്പൊ നമ്മള് എത്തിക്സ് ഒക്കെ പഠിച്ചപ്പോ PF ഒക്കെ പഠിച്ചത് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? PF ആക്ട് ഒക്കെ അതിനകത്ത് രണ്ടു കൂട്ടർ ഒരേ തുകയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. PF-ല് രണ്ടു കൂട്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അവിടെ തൊഴിലുടമകളും തൊഴിലാളികളും ഒരേ തുക തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ. പക്ഷെ ESI അങ്ങനെയല്ല, രണ്ടു കൂട്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ കൂടുതൽ പെർസെന്റേജ് ആരാണ്? എംപ്ലോയർ ആണ് കേട്ടോ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, ഇപ്പൊ തന്നെ പഠിച്ചു പോകണം. പിന്നെ വരുന്നത് ലാസ്റ്റ് പോയിന്റ് ഇതാണ്, ദ എംപ്ലോയി ഹു ഈസ് ഗെറ്റിംഗ് daily wage of less than ₹176 shall be excluded from the payment of contribution. അതോടൊപ്പം തന്നെ ദിവസവേതനം, ദിവസവേതനം 176 രൂപയിലും താഴെയുള്ള തൊഴിലാളികള് എന്തിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട? ESI-ലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട. ദിവസം 176 രൂപ എന്നൊക്കെ പറയുന്നത് വളരെ നിസ്സാര തുകയായിരിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ളവർ എന്തിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണ്ട? നമ്മുടെ ESI-ലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണ്ട. പകരം എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ ആണോ? മനസ്സിലായോ? ഇവിടെ പഠിച്ച പോയിന്റുകൾ ഇതൊക്കെയാണ്. ESI എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1948. പിന്നെ ആരാണ് ഇതിനെ, ഈ ഒരു സ്കീം ആരാണ് മുന്നോട്ട് കൊണ്ടുവന്നത്? അത് ESIC ആണ്, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ്. അത് വന്നിട്ട് ഒരു കോർപ്പറേറ്റ് സെമി ഗവൺമെന്റ് ബോഡിയാണ്. പിന്നെ പഠിച്ചത് എന്താ? അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് കേന്ദ്ര തൊഴിൽ മന്ത്രിയാണ്. പിന്നെ അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ്? അത് ഡയറക്ടർ ജനറൽ ആണ് കേട്ടോ. ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആണ് അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. 3 പോയിന്റ് ആയല്ലോ. പിന്നെ 4ാമത്തെ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്? സിക്നസ് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ജീവനക്കാര് അവധിയെടുക്കുന്നതിന് 78 ദിവസം മുമ്പെങ്കിലും കണ്ടിന്യൂസ് വർക്ക് ചെയ്തിരിക്കണം. മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടണമെങ്കിലോ ഈ പറയുന്ന പ്രസവാവധിക്ക് മുമ്പ് 70 ദിവസം അവരെ കണ്ടിന്യൂസ് വർക്ക് ചെയ്തിരിക്കണം. 5 പോയിന്റ് ആയിട്ടോ. പിന്നെ 6ാമത്തെ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്? പ്രധാനമായിട്ടും വ്യാവസായിക തൊഴിലാളികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സ്കീമാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 7ാമത്തെ പോയിന്റ് എന്തായിരുന്നു? പ്രതിമാസം 21,000 രൂപയില് താഴെ വേതനമുള്ള, 21,000-ഓ അതിൽ താഴെയോ വേതനമുള്ളവർക്ക് മാത്രമേ ESI ആനുകൂല്യം ലഭിക്കുള്ളൂ. അങ്ങനെയുള്ളവർ മാത്രമാണ് ESIക്ക് എലിജിബിൾ ആവുന്നത് കേട്ടോ. പിന്നെ 8ാമത്തെ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്? എംപ്ലോയർ 3.25%, എംപ്ലോയി 0.75%-മാണ് എന്തിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ESI-ലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെ. 10ാമത്തെ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്? ദിവസവേതനം 176 രൂപയില് താഴെയുള്ള ആളുകള് എന്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട? അങ്ങനെയുള്ള തൊഴിലാളികൾ എന്തിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട? ESI-ലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട. ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങൾ? ക്ലിയർ ആണോ? ESI സ്കീമിനെ പറ്റി അറിവ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. മനസ്സിലായല്ലോ? ലിമിറ്റ് ഒക്കെ നോക്കി വെക്കണം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ബെനിഫിറ്റ്സ് ആണ് കേട്ടോ. ബെനിഫിറ്റ്സ് ESI എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയണം ഏതൊക്കെയാണെന്ന് നിങ്ങൾ അത് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അടുത്തതാണ് ബെനിഫിറ്റ്സ്. ഇനി നമ്മൾക്ക് അറിയാം ESI ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണല്ലോ. അപ്പോൾ ധാരാളം ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റുകളാണെന്ന് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ ഉള്ളൂ. ഒന്നാമത്തെ ഇതൊരു മെഡിക്കൽ ബെനിഫിറ്റ് തരുന്ന സംഭവമാണ്. നോക്കുക കേട്ടോ. സിക്നെസ് ബെനിഫിറ്റ്, ഏതൊക്കെ പോയിന്റുകൾ നോക്കി? സിക്നെസ് ബെനിഫിറ്റ്, പിന്നെ എക്സ്റ്റെൻഡഡ് സിക്നെസ് ബെനിഫിറ്റ്, എൻഹാൻസ്ഡ് സിക്നെസ് ബെനിഫിറ്റ്, മെറ്റേണിറ്റി ബെനിഫിറ്റ്, പ്രസവാനുകൂല്യങ്ങള്, അതുപോലെ തന്നെ ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്, വൈകല്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഫ്യൂണറൽ ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. സംസ്കാര ചടങ്ങുകളൊക്കെ നടത്താനുള്ള ആനുകൂല്യങ്ങള്. പിന്നെ അറിയാലോ മെഡിക്കൽ ബെനിഫിറ്റ്, ഇതൊരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം തന്നെയാണ്. സോ അതിന്റെ പ്രൊവൈഡ് ചെയ്യും മെഡിക്കൽ ബെനിഫിറ്റ് കേട്ടോ. ഇവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ നോക്കി സിക്നെസ് ബെനിഫിറ്റ് അല്ലെ. അതായത് അസുഖങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു. അപ്പൊ അവിടെ റേറ്റ് ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ. നോക്കുക. The employee is given at the rate of 70%. 70 എന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. 70% of the daily average wage for a maximum period of 91 days in 1 year. 91 days അണ്ടർലൈൻ ചെയ്യാം. 70% of the daily average wage അണ്ടർലൈൻ ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ ബെനിഫിറ്റ് ആണ് സിക്നെസ് ബെനിഫിറ്റ് അല്ലെ, രോഗങ്ങൾക്കുള്ള ആനുകൂല്യം. എന്താണ് അവിടെ പറയുന്നത്? അതായത് ഒരു വർഷത്തിൽ കേട്ടോ, 1 ഇയറിലാണ് പറയുന്നത്. ഒരു വർഷത്തിൽ പരമാവധി 91 ദിവസം വരെ, എന്നുവെച്ചാൽ ഏകദേശം ഒരു 3 മാസമൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ. 3 മാസമാണ്. അപ്പൊ ഒരു വർഷത്തില് പരമാവധി 91 ദിവസം വരെ എന്താണ് ഈ പറയുന്ന സിക്നെസ് ബെനിഫിറ്റ് കിട്ടും. എത്ര കിട്ടും എന്നറിയാമോ? അതായത് നമ്മുടെ പ്രതിദിന ശരാശരി വേതനത്തിന്റെ 70% ആണ് അവർക്ക് സിക്നെസ് ബെനിഫിറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരാൾക്ക് അസുഖം വന്നു, അദ്ദേഹം ലീവ് എടുക്കുകയാണ്. അപ്പൊ അദ്ദേഹം ലീവ് എടുത്തു കഴിഞ്ഞാൽ, അസുഖം മൂലം ലീവ് എടുക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ അയാൾക്ക് മാക്സിമം ഒരു 91 ദിവസം വരെ ലീവ് എടുക്കാം. അത്
അതായത് 3 മാസം വരെ അയാൾക്ക് ലീവ് എടുക്കാം. ആ സമയത്ത് അയാൾക്ക് സിക്നസ് ബെനിഫിറ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ശരാശരി പ്രതിദിന ശരാശരി വേതനത്തിന്റെ 70% ആണ് അദ്ദേഹത്തിന് എന്ത് കൊടുക്കുന്നത്, സിക്നസ് ബെനിഫിറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മാക്സിമം 91 ദിവസം വരെ സിക്നസ് ലീവ് അവർക്ക് എടുക്കാം. ആ സമയത്ത് അവര് ജോലി ചെയ്തിരുന്നപ്പോൾ കിട്ടിയിരുന്ന ശരാശരി പ്രതിദിന വേതനത്തിന്റെ 70% ആണ് അവർക്ക് ബെനിഫിറ്റ് ആയിട്ട് ലീവ് എടുത്തിരിക്കുന്ന സമയത്ത് ബെനിഫിറ്റ് ആയിട്ട് അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നുണ്ട് പ്രതിദിന ശരാശരി വേതനം എന്നാണ് പറയുന്നത്. ശരാശരി എന്ന് പറഞ്ഞാൽ എന്താ, ആവറേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ആവറേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, ആകെ അയാൾക്ക് എത്ര വേതനം ലഭിച്ചു, എത്ര വേതനം അയാൾക്ക് ലഭിച്ചു അതേമായി അയാൾ വർക്ക് ചെയ്ത ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആകെ എത്ര വേതനം അയാൾക്ക് ലഭിച്ചു അതിനെ എത്ര ദിവസങ്ങൾ അയാൾ വർക്ക് ചെയ്തു എന്നതിന്റെ എണ്ണം കൊണ്ട് ഹരിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു 10,000 രൂപ, ഓക്കെ, 10,000 രൂപയാണ് അയാൾക്ക് മൊത്തം കിട്ടിയത്, വേതനം കിട്ടിയത്. 20 ദിവസമാണ് അയാൾ വർക്ക് ചെയ്തെന്ന് വിചാരിക്കുക. എക്സാമ്പിളിന് വേണ്ടി പറയാണ്, 20 ദിവസം വർക്ക് ചെയ്തപ്പോൾ മൊത്തം 10,000 രൂപ അയാൾക്ക് കിട്ടി. അപ്പൊ ആവറേജ് എങ്ങനെ കണക്കാക്കാം, 10,000/20 അല്ലെ, അപ്പൊ നമുക്ക് എത്ര കിട്ടും, 500 ലഭിക്കാം. ഓക്കെ, അതാണ് അയാളുടെ പെർ ഡേ ചെലവ്. അതായത് പെർ ഡേ അയാൾക്ക് 500 രൂപ വെച്ചാണ് അയാൾക്ക് വേതനമായിട്ട് കൊടുത്തിരുന്നത്. ആ വേതനത്തിന്റെ 70%, അതായത് 500ന്റെ 70%, 70% എന്ന് പറയുമ്പോൾ 350 രൂപ വരും. ഓക്കെ, അപ്പൊ 350 രൂപ ഇയാൾ ലീവ് എടുത്തിരിക്കുമ്പോൾ 7 ദിവസം 350 രൂപ എന്നുള്ള രീതിയിൽ അയാൾക്ക് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ മനസ്സിലായി പറഞ്ഞത്, അത്രയും കേട്ടോ. അപ്പൊ ഒരു വർഷം 91 ദിവസം വരെ, അതും എന്താണ് ഈ പറയുന്ന പ്രതിദിന ശരാശരി വേതനത്തിന്റെ 70% അയാൾക്ക് എന്തായിട്ട് കൊടുക്കുന്നു, സിക്നസ് ബെനിഫിറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. മനസ്സിലായ ഞാൻ പറഞ്ഞ കാര്യം, ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? 70% എന്നുള്ളതും 91 ഡേയ്സ് എന്നുള്ളതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അടുത്തത് എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ്. എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ പറഞ്ഞ സിക്നസ് ബെനിഫിറ്റിലെ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ഒന്നുകൂടെ കുറച്ച് കൂടുതൽ കൊടുക്കും, അത്രേ ഉള്ളൂ എക്സ്റ്റെൻഡഡ് ബെനിഫിറ്റ് കേട്ടോ. അതായത് ഇൻ ദ കേസ് ഓഫ് ഡിസീസ്, പിന്നെ പ്രത്യേക ചില കണ്ടീഷൻസ് അവിടെ പറയുന്നുണ്ട് കേട്ടോ. എന്താണ് ടോട്ടൽ ബൈ 91? എനിക്ക് മനസ്സിലായില്ല. നോക്കുക, എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ് 91 ഡേയ്സ് ആണ് കിട്ടുക. മാക്സിമം ആയിട്ട് 3 മാസം വരെ അവധി കിട്ടുന്നു, സിക്നസ് അവധി എടുത്തിരിക്കാം. ആ സമയത്ത് അയാളുടെ വേതനത്തിന്റെ 70% എന്തായിട്ട് കൊടുത്തിരിക്കും, സിക്നസ് ആനുകൂല്യമായിട്ട് കൊടുക്കും കേട്ടോ. അടുത്തതാണ് എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് ഇൻ ദ കേസ് ഓഫ് ഡിസീസസ് ലൈക്ക് ട്യൂബർകുലോസിസ്, ലെപ്രസി, ഫ്രാക്ചർ, മാലിഗ്നൻസി എക്സെട്ര. എന്താണ് ട്യൂബർകുലോസിസ് അറിയാലോ, ക്ഷയരോഗം, അതുപോലെ ലെപ്രസി കുഷ്ഠരോഗങ്ങള്, പിന്നെ ഫ്രാക്ചർ സംഭവിക്കാം, മാലിഗ്നൻസി എന്ന് പറഞ്ഞ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞ സിക്നസ് ബെനിഫിറ്റ് ഉണ്ടല്ലോ, അത് തന്നെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നു മാത്രം. അതായത് എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കിയേ, ദ സിക്നസ് ബെനിഫിറ്റ് എക്സ്റ്റെൻഡ് ടു 2 years, 2 വർഷം വരെ സിക്നസ് ബെനിഫിറ്റ് കൊടുക്കും. നേരത്തെ 91 ദിവസത്തല്ലേ പറഞ്ഞത്, പക്ഷെ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ആണെങ്കിൽ 2 വർഷം വരെ അവർക്ക് സിക്നസ് ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. അത് എത്ര പെർസെന്റേജ് കൊടുക്കുന്ന അറിയോ, 80% കൊടുക്കുന്നത്. 80% വേജസ് അവർക്ക് സിക്നസ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കും. പറഞ്ഞ് മനസ്സിലായെങ്കിൽ അത്രയേ ഉള്ളൂ. സിക്നസ്സിൽ 91 ദിവസം വരെ അത് 70% അല്ലേ ബെനിഫിറ്റ് കൊടുക്കുന്നത്. അതേസമയം എക്സ്റ്റെൻഡഡ് ആവുമ്പോൾ ട്യൂബർകുലോസിസ്, ലെപ്രസി, ഫ്രാക്ചർ, മാലിഗ്നൻസി പോലെയുള്ള കണ്ടീഷൻസിന് 2 വർഷ കാലയളവ് വരെ അവർക്ക് സിക്നസ് ബെനിഫിറ്റ് കൊടുക്കും. അതും 80% വേജ് ആണ് അവിടെ ബെനിഫിറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ ആയിട്ട് കേട്ടോ. അടുത്തത് എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് കേട്ടോ. എൻഹാൻസ്ഡ് എന്ന് പറയുമ്പോൾ കുറെ കൂടെ മെച്ചപ്പെട്ട രീതിയിലുള്ള സിക്നസ് ബെനിഫിറ്റ് കേട്ടോ. അവിടെ എന്താ നോക്കാം നമുക്ക്, അപ് ടു 7 days for the male beneficiaries and 14 days for female beneficiaries in the event of sterilization കേട്ടോ. അതുകൊണ്ടാണ് എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഏത് കാര്യത്തിലാണ് ഇൻ ദ ഇവന്റ് ഓഫ് സ്റ്റെറിലൈസേഷൻ കേട്ടോ. സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ വന്ധ്യത എന്താണ്, ട്യൂബർക്കുലി മാസക്ടമി ഒക്കെ ചെയ്യില്ലേ, അതാണ് വന്ധ്യതയല്ല. സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്യൂബർക്കുലി മാസക്ടമി അത് ചെയ്യാം. ഓക്കെ, അങ്ങനെയുള്ള സ്റ്റെറിലൈസേഷൻ പർപ്പസസിനൊക്കെ ആണെങ്കിൽ പുരുഷന്മാർക്ക് 7 ദിവസം വരെയും സ്ത്രീകൾക്കാണെങ്കിൽ 14 ദിവസം വരെയും എന്ത് കൊടുക്കുന്നുണ്ട്, ബെനിഫിറ്റുകൾ കൊടുക്കുന്നുണ്ട്. അതിനൊരു കാരണമുണ്ട്. ഇന്നത്തെ പോലെയല്ല, ഇന്നൊക്കെ പറയുമ്പോൾ ഒരു വീട്ടിൽ കൂടി വന്നാൽ 2-3 കുട്ടികളൊക്കെ ഉള്ളൂ മാക്സിമം പോലെ. പക്ഷെ പണ്ടത്തെ കാലഘട്ടത്തിൽ അങ്ങനെ വീട്ടിൽ ഇഷ്ടം പോലെ ആൾക്കാർ അല്ലെ, യാതൊരു വിധ കൺട്രോൾ, പോപ്പുലേഷൻ കൺട്രോൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം.
ഈ പറയുന്ന ഒരു ഫാമിലി പ്ലാൻ ചെയ്യാനും പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യുന്നതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ രീതിയിലുള്ള ബെനിഫിറ്റ് കൊടുക്കുന്നത് കേട്ടോ. എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ്. അപ്പൊ പുരുഷന്മാർക്കാണെങ്കിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ ട്യൂബക്ടമി, വാസക്ടമി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ പുരുഷന്മാർക്കാണെങ്കിൽ 7 ദിവസം വരെയും സ്ത്രീകൾക്കാണെങ്കിൽ 14 ദിവസം വരെയും ഇത്തരം സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയറുകൾക്കായിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്? ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. അതിലെത്ര പെർസെന്റേജ് എന്ന് പറഞ്ഞില്ല, പക്ഷെ അറിവ് ശരിയാണെങ്കിൽ 100% എന്തോ കൊടുക്കുന്നുണ്ട്. കാര്യം ഈ പറയുന്ന പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാനും ആ ഒരു ഫാമിലി പ്ലാനിങ്ങിനൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെയുള്ള ബെനിഫിറ്റുകളൊക്കെ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അറിഞ്ഞാൽ മതി. അടുത്തതാണ് മെറ്റേണിറ്റി ബെനിഫിറ്റ് കേട്ടോ. പ്രസവാനുകൂല്യങ്ങളാണ് പറയുന്നത്. നോക്കൂ, അറ്റ് ദ റേറ്റ് ഓഫ് ഫുൾ വേജസ് കേട്ടോ. അറ്റ് ദ റേറ്റ് ഓഫ് ഫുൾ വേജസ്, ദാറ്റ് മീൻസ് 100% കൊടുക്കുന്നതാണ് പറയുന്നത് കേട്ടോ. അറ്റ് ദ റേറ്റ് ഓഫ് ഫുൾ വേജസ് for a period of 180 days in case of pregnancy and 6 weeks in the event of a miscarriage or MTP. MTP ഒക്കെ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഇവിടെ പഠിച്ചു. എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ, പുതിയതല്ലാതെ. അപ്പൊ നോക്കുക, അതായത് നമ്മുടെ പ്രഗ്നൻസി കേസിലാണെങ്കിൽ 180 ദിവസം, ഒരു 4-4.5 മാസമൊക്കെയാണ് പറയുന്നത്. ഫുൾ വേജസ് ആണ് സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇൻ ദ ഇവന്റ് ഓഫ് മിസ്കാരേജ് മീൻസ് അബോർഷൻ ഒക്കെ സംഭവിക്കാം, അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി സ്റ്റോപ്പ് ചെയ്യില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് 6 ആഴ്ച വരെയും എന്ത് കൊടുക്കുന്നുണ്ട്? മെറ്റേണിറ്റി ബെനിഫിറ്റുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് അങ്ങനെ അറിഞ്ഞ് വെച്ചാൽ മതി. പ്രഗ്നൻസിക്ക് ആണെങ്കിൽ 180 ദിവസം വരെയും, മിസ്കാരേജ് ഓർ MTP കേസുകൾക്കൊക്കെ ആണെങ്കിൽ 6 ആഴ്ച വരെയും എന്ത് കൊടുക്കുന്നുണ്ട്? ഈ പറഞ്ഞ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നതാണ് ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് കേട്ടോ. ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ വൈകല്യങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളാണ് കേട്ടോ. എന്ന് പറഞ്ഞാല് ദ ടെമ്പററി ഡിസേബിൾഡ് പേഴ്സൺ ഈസ് ഗിവൺ 90% ഓഫ് ദ വേജസ് ഇൻ ക്യാഷ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഡിസേബിൾമെന്റ്. എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു അസുഖം തന്നെ വന്ന് ഒരു താൽക്കാലികമായിട്ടുള്ള വൈകല്യങ്ങൾ സംഭവിക്കുന്ന കേസിൽ, താൽക്കാലികമാണ് പെർമനന്റ് ഡിസേബിൾമെന്റ് എന്ന് പറഞ്ഞിട്ടില്ല, ടെമ്പററി ഡിസേബിൾഡ് ആയിട്ടുള്ളത്, താൽക്കാലികമായിട്ട് ഒരു വൈകല്യാവസ്ഥയിലൊക്കെ ആകുന്ന ആളുകൾക്ക് അവർക്ക് എന്താണ് ആ ഒരു ഡിസേബിൾമെന്റ് പീരീഡിൽ, ആ ഒരു വൈകല്യത്തിന്റെ കാലയളവില് 90% ആണ് കൊടുക്കുന്നത്. 90% ഓഫ് വേജസ് ആണ് എന്തായിട്ട് കൊടുക്കുന്നത്? ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് എത്രയും കൊടുക്കുന്നത്? എത്ര പെർസെന്റേജാ? 90% ആണ് കേട്ടോ. അതും ആ ഒരു ഡിസേബിൾമെന്റ് കാലയളവിൽ മാത്രമാണ് കേട്ടോ. 90% ആണ് അവർക്ക് എന്തായിട്ട് കൊടുക്കുന്നത്? ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ജോലി ചെയ്തിരുന്ന ആൾക്കാരാണ്, അവർ മേടിച്ചിരുന്ന പ്രതിദിന ശരാശരി വേതനത്തിന്റെ 90% ഇവർ ലീവ് എടുത്തിരിക്കുന്നവർക്ക് ആനുകൂല്യമായിട്ട് കൊടുക്കും. ഓക്കെ, അടുത്തതാണ് ഫ്യൂണറൽ ബെനിഫിറ്റ് കേട്ടോ. അതായത് നമുക്ക് ശവസംസ്കാരങ്ങളും മറ്റൊക്കെ നടത്തേണ്ടി വരുന്ന എക്സ്പെൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ മീറ്റ് ചെയ്യാനുള്ള ആനുകൂല്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഫ്യൂണറൽ ബെനിഫിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കിക്കേ, ദ എൽഡസ്റ്റ് സർവൈവിംഗ് മെമ്പർ ഈസ് ഗിവൺ എൻ എമൗണ്ട് ഓഫ്, എമൗണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ, 15,000 ആണ്, 15,000 രൂപ കേട്ടോ. എത്രയാണ്? 15,000 കേട്ടോ, 15,000 രൂപ ഫോർ ദ ഫ്യൂണറൽ പർപ്പസ്. അതായത് ഈ പറയുന്ന ശവസംസ്കാര കാര്യങ്ങൾക്കായിട്ടുള്ള ആനുകൂല്യങ്ങൾ എത്ര രൂപയാണ്? 15,000 രൂപ കേട്ടോ. ഒരു ഫിക്സഡ് എമൗണ്ട് ആണ്, അല്ലാതെ ഇത്ര പെർസെന്റേജ് ഒന്നല്ല പറയുന്നത്. ഒരു 15,000 റുപ്പീസ് ഈ പറയുന്ന ശവസംസ്കാര ആനുകൂല്യങ്ങൾക്കായിട്ട് അവരുടെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന മുതിർന്ന വ്യക്തിക്ക് കൊടുക്കും. എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഒരു ഫാമിലിയിൽ ഒരു വ്യക്തി, അദ്ദേഹം ESI ആനുകൂല്യമുള്ള ഒരു വ്യക്തിയാണ് ഇരിക്കുന്നത്, അദ്ദേഹം മരണപ്പെടുകയാണ്. അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞാല് പിന്നെ ആ ഒരു കുടുംബത്തില്, അയാളുടെ ഫാമിലിയിൽ ജീവിച്ചിരിക്കുന്ന മുതിർന്ന വ്യക്തി എന്ന് പറയുന്നത് പക്ഷെ അയാളുടെ ഭാര്യ ആയിരിക്കാം, അയാളുടെ വൈഫ് ആയിരിക്കാം. അപ്പൊ അവർക്ക് 15,000 രൂപ ഫ്യൂണറൽ ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ഹസ്ബൻഡിന്റെ ഫ്യൂണറൽ ഫംഗ്ഷൻസ് ഒക്കെ നടത്തുന്ന എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് അവരുടെ ഭാര്യയ്ക്ക് 15,000 രൂപ കൊടുക്കും. ഭാര്യ എന്ന് ഞാൻ ഭാര്യയായിട്ട് പറഞ്ഞതാണ് കേട്ടോ. ആരാണ് മുതിർന്ന വ്യക്തി ആ കുടുംബത്തിൽ ആരാണെന്ന് വെച്ചാൽ അയാൾക്ക് കിട്ടും. ഓക്കെ, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അടുത്തതാണ് മെഡിക്കൽ ബെനിഫിറ്റ് കേട്ടോ. മെഡിക്കൽ ബെനിഫിറ്റിൽ പറയുന്നത് മെമ്പർ ഓഫ് ദ വർക്കർ ഗെറ്റ്സ് ദ മെഡിക്കൽ കവർ ദാറ്റ് ഇൻക്ലൂഡ് ദ ഔട്ട്ഡോർ ട്രീറ്റ്മെന്റ് സ്പെഷ്യലിസ്റ്റ് സർവീസസ്, ആംബുലൻസ് സർവീസസ് ആൻഡ് ഇൻഡോർ സർവീസസ് കേട്ടോ. അതായത് ഇവിടെ മെഡിക്കൽ ബെനിഫിറ്റ് ഓൾറെഡി നമുക്കറിയാം, ESI അതൊരു മെഡിക്കൽ ബെനിഫിറ്റ് തന്നെയാണ് കൊടുക്കുന്നതെന്നറിയാം. പക്ഷെ ഇവിടെ കുറച്ചും കൂടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള രീതിയിൽ, കുറച്ചും കൂടെ വിപുലമായിട്ടുള്ള രീതിയിലുള്ള മെഡിക്കൽ ബെനിഫിറ്റുകൾ കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ESI ആനുകൂല്യമുള്ള വ്യക്തിക്ക് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും കൂടെ ആ ഒരു ആനുകൂല്യം ലഭിക്കും. എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നോക്കിയേ?
thing. The member of the worker gets the medical cover that include the outdoor treatment. അതായത് ഇപ്പൊ ഡോക്ടർ കൺസൾട്ടേഷനും മറ്റുമായിട്ടുള്ള എക്സ്പെൻസുകൾ, അതുപോലെ സ്പെഷ്യലിസ്റ്റ് സർവീസസ്, അവർക്ക് ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിനെയൊക്കെ കാണുക അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കണമെങ്കിൽ അതിന് വരുന്ന എക്സ്പെൻസുകൾ, പിന്നെ ആംബുലൻസ് സർവീസസ്, ഇപ്പൊ അവർക്ക് ആംബുലൻസിലൊക്കെ എവിടെയെങ്കിലും ഹോസ്പിറ്റലൊക്കെ പോകേണ്ട ഒരു സാഹചര്യം വന്നാല് അങ്ങനെയുള്ള ആംബുലൻസ് എക്സ്പെൻസസും, ആൻഡ് ഇൻഡോർ സർവീസസ്. ഇൻഡോർ സർവീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപേഷ്യന്റ് ആയിട്ട്, അതായത് അഡ്മിറ്റ് ഒക്കെ ചെയ്യുമ്പോഴും ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ വരുന്ന എക്സ്പെൻസുകളൊക്കെ വഹിക്കാനുള്ളത് കവറേജ് കൊടുക്കുന്നുണ്ട്. അപ്പൊ മെഡിക്കൽ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വിപുലമായിട്ടുള്ള രീതിയിലുള്ള ഒരു മെഡിക്കൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഇത്രയാണ് ബെനിഫിറ്റുകൾ. അപ്പൊ സിക്നസ് ബെനിഫിറ്റ്, extended sickness benefit, enhanced sickness benefit, maternity benefit, disablement benefit, funeral benefit, and medical benefit. Okay, ആണോ? മനസ്സിലായോ? ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? അടുത്ത നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം how to calculate ESI with an example. അതായത് എങ്ങനെയാണ് ESI കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, അത് ആവശ്യമാണ്. അതായത് നമ്മുടെ എംപ്ലോയർ എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? എംപ്ലോയർ തൊഴിലുടമ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? 3.25% ആണ് കേട്ടോ. എംപ്ലോയി തൊഴിലാളികൾ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? 0.75% കേട്ടോ. അത് വെച്ചിട്ടാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ചിലപ്പോൾ അത് വെച്ചൊരു കാൽക്കുലേഷൻ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ വന്നുകൂടാന്നില്ല. അപ്പൊ അറിയണം കേട്ടോ, റേറ്റ് അറിയണം. പിന്നെ കാൽക്കുലേറ്ററിന്റെ ആവശ്യമില്ലല്ലോ, മൊബൈലൊക്കെ ഉണ്ടല്ലോ, അത് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നോക്കാം, let's say the calculated wages as per the ESI Act 1948 is INR 20,000. ഏകദേശം ഒരു 20,000. അതാണല്ലോ അതിന്റെ ലിമിറ്റ്. നമ്മൾ പറഞ്ഞു 21,000 അതിൽ താഴെയോ ഉള്ള ആളുകൾക്ക് മാത്രമേ ESI ആനുകൂല്യം ലഭിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് അതിൽ വലിയ തുകയൊന്നും വരില്ല. അപ്പൊ നോക്കൂ, 20,000 രൂപയ്ക്കുള്ള ഒരു ESI കാൽക്കുലേഷൻ ആണ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കാം കേട്ടോ. Then the contributions will be calculated using the ESI calculation formula as below. Okay, particulars calculation method. First one, the employer's contribution. The employer, നോക്കി വായിക്കണം കേട്ടോ. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ആണ്. തൊഴിലുടമകളുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ് നമ്മൾ പറഞ്ഞേ? 3.25% ആണ് അല്ലെ. അപ്പൊ 20,000 3.25% നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തൊക്കെ കിട്ടും. 20,000 into 3.25 divided by 100 കേട്ടോ. അത് ചെയ്യാം. 650 കിട്ടും. ഓക്കെ, പിന്നെ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ എത്രയാ? 20,000 into 0.75 divided by 100 കേട്ടോ. എത്ര കിട്ടും നമുക്ക്? 150. ടോട്ടൽ കോൺട്രിബ്യൂഷൻ ആഡ് ചെയ്താൽ മതി. എത്രയാ? 800 വരും അല്ലെ. 800. ക്ലിയർ ആയല്ലോ? അപ്പൊ നിങ്ങൾ പ്ലാൻ ചെയ്തോ, ഞാനൊരു ഹോംവർക്ക് തരാം, അടുത്ത ദിവസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. 15,000 രൂപയ്ക്കുള്ള ESI ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം കേട്ടോ. തിങ്കളാഴ്ച വരുമ്പോൾ ഞാൻ ചോദിക്കും. അപ്പൊ ആൻസർ പറയില്ലേ നിങ്ങള്? ഒരു 15,000 15,000 കേട്ടോ. 50 അല്ല കേട്ടോ, 15,000 രൂപയ്ക്കുള്ള ഒരു ESI നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ ഇതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ്. ചിലപ്പോ ഒരു തുക തന്നിട്ട് ചോദിക്കാം, ടോട്ടൽ ESI കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ചോദ്യം നോക്കിയിട്ട് വേണം ഉത്തരം എഴുതാനായിട്ട്. ചിലപ്പോൾ ഇങ്ങനെയാണ് ചോദിക്കാം, എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു ദി ESI എത്രയാണ് ചോദിക്കാം. ആരെങ്കിലും ഒരാളുടെ പ്രത്യേകിച്ച് ചോദിക്കാം, എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്. അപ്പൊ ഓടിപ്പോയി എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കൂട്ടിയെന്ന് എഴുതി വെക്കരുത്. എംപ്ലോയർ എന്ന് പറയുന്ന തൊഴിലുടമയാണ്. അദ്ദേഹം 3.25% കൊടുക്കുന്നത്. ആ തുകയുടെ 3.25 കണ്ടിട്ട് അതാണ് അവിടെ ആൻസർ ആയിട്ടുള്ളത്. ചിലപ്പോൾ തിരിച്ചു ചോദിക്കാം, എംപ്ലോയീസിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്, അങ്ങനെയും ചോദിക്കാം. അപ്പൊ 0.75 ഇട്ടിട്ട് അത് മാത്രം കണ്ടുപിടിച്ച് അതായിരിക്കും ആൻസർ. ടോട്ടൽ കോൺട്രിബ്യൂഷൻ ചോദിക്കുമ്പോൾ രണ്ടുപേരുടെയും കണ്ടുപിടിച്ച് ആഡ് ചെയ്ത് പറയാം. ഓക്കെ ആണല്ലോ? അത് ചെയ്യണം കേട്ടോ. 15,000 രൂപയുടെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കണം കേട്ടോ. അടുത്ത ദിവസം ഞാൻ ക്ലാസ്സിൽ ചോദിക്കാം. അടുത്തത് നെക്സ്റ്റ് വരുന്നത്, അപ്പൊ നമ്മൾ ESI സ്കീമിനെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ESI അത്രയേ ഉള്ളൂ, പഠിക്കാനുള്ള കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വേറൊരു സ്കീമാണ്. എന്താണെന്ന് അറിയത്? സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമാണ് കേട്ടോ. എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമാണ്. CGHS എന്നാണ് പറയാ കേട്ടോ. CGHS. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് CGHS എന്ന് കാണുമ്പോൾ എന്താണെന്നൊന്നും ചിന്തിക്കരുത്. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം കേട്ടോ. നോക്കുക, സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം, one of the oldest health insurance schemes
ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇസ് കറന്റ്ലി ഇംപ്ലിമെന്റഡ്. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും പഴക്കമുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. നിലവിലും ഇഫക്റ്റിലുണ്ട്, നിലവിലുണ്ട് കേട്ടോ, നിലവിലുള്ള ഒരു സ്കീമും കൂടിയാണിത്. CGHS എന്നാണ് പറയുന്നത്, സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. ഓക്കെ, ദ സ്കീം which was introduced in the year 1954. അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. CGHS introduced in the year, ഏത് ഇയറിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 1954. ESI എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ESI 1948. അതിനുള്ള വർഷങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നത് കേട്ടോ. CGHS 1954 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, സോ കറക്റ്റ് ആണ് കേട്ടോ. അടുത്ത നോക്കാം. ഇറ്റ് പ്രൊവൈഡ്സ് ദ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ടു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ആ പേരിന്റെ നമുക്ക് കിട്ടും. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാർക്കാണ് കേട്ടോ. കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്കും അതുപോലെ തന്നെ പെൻഷനേഴ്സ്, അതിന് വിരമിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെയാണ് ഈ പറയുന്ന CGHS ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നോക്കുക. ദ ലാർജ് വോളിയം ഓഫ് ബെനിഫിഷ്യറീസ് connected with this scheme makes it a distinctive. ഒരുപാട് ആളുകൾ ഈ ഒരു സ്കീമിന്റെ ആനുകൂല്യങ്ങൾ ഉപയോഗിക്കുന്നവരാണ് കേട്ടോ. This scheme accompany a range of benefits to provide the extensive coverage to the government employees or pensioners and their families. നേരത്തെ പറഞ്ഞതാണ്. പൊതുവെ സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാര്, പെൻഷനേഴ്സ്, അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെയാണ് ഇതിന്റെ ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. നമ്മൾ ESI പറഞ്ഞപ്പോൾ കൂടുതൽ പറഞ്ഞ് വ്യാവസായിക തൊഴിലാളികൾക്കും 21,000 രൂപയിലെ പ്രതിമാസ വേതന താഴെയുള്ളവർക്കാണ് ESI ആനുകൂല്യം ലഭിക്കണമെന്ന് പറയും. എന്നതുപോലെ CGHS കിട്ടുന്നത് സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാർക്കും പെൻഷനേഴ്സിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനാണ് ലഭിക്കുന്നത്. ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1954 കേട്ടോ. അത്രയും മനസ്സിലാക്കി വെക്കാം. ഇനി നോക്കാം ബെനിഫിഷ്യറീസ് കേട്ടോ. ഇതിന്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്? ഒരു കാര്യം നമുക്കറിയാം, സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാരാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അവിടെ കുറച്ച് പ്രത്യേകം ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നമുക്ക് നോക്കാം. ബെനിഫിഷ്യറീസ് ഓൾ സെൻട്രൽ ഗവൺമെന്റ് സർവൻസ് ഒക്കെ പറഞ്ഞതാണ്, എല്ലാ സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാർക്കും ലഭിക്കുന്നത്. അതുപോലെ തന്നെ പെൻഷനേഴ്സ് ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ്, ദാറ്റ് മീൻസ് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് പെൻഷൻ ആയിട്ടുള്ള ആൾക്കാരിലെ പെൻഷനേഴ്സിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ലഭിക്കുന്നത് കേട്ടോ. പിന്നെ വരുന്നത് ഹോണറബിൾ മെമ്പേഴ്സ് ഓഫ് ദ പാർലമെന്റ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. ഹോണറബിൾ മെമ്പേഴ്സ് ഓഫ് ദ പാർലമെന്റ്, നമ്മുടെ പാർലമെന്റിലെ അംഗങ്ങൾക്ക് കേട്ടോ. പാർലമെന്റിലെ അംഗങ്ങൾക്ക് CGHS ആനുകൂല്യങ്ങൾ ലഭിക്കും കേട്ടോ. അതുപോലെ തന്നെ ഹോണറബിൾ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിമാർക്ക് കേട്ടോ. സുപ്രീം കോടതി ജഡ്ജിമാർക്ക് CGHS ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് ഓഫ് ഓട്ടോനോമസ് ബോഡീസ് കവേർഡ് അണ്ടർ ദ CGHS. അതായത് ഓട്ടോനോമസ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വയം ഭരണ സ്ഥാപനങ്ങളുടെ, സ്വയം ഭരണ അധികാര സ്ഥാപനങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്കും എന്ത് ലഭിക്കുന്നുണ്ട്? CGHSന്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ IIT ഒക്കെ പോലുള്ളത്, IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അതുപോലെ NIT ഒക്കെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അതുപോലെ ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ സയൻസ്, അങ്ങനെയൊക്കെയുള്ള അതൊക്കെ ഓട്ടോനോമസ് ബോഡീസ് ആണ്. സ്വയം ഭരണ അധികാരമുള്ള അവര്. സ്വയം ഭരണ അധികാരം എന്ന് പറയുമ്പോൾ സ്വയം ഭരണമാണ്. അവര് വളരെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ്. അവര് ആരും ആശ്രയിക്കുന്നില്ല, ഫിനാൻഷ്യലി അവര് ഇൻഡിപെൻഡന്റ് ആണ്. അങ്ങനെയുള്ള ഓട്ടോനോമസ് ബോഡീസ് ഒക്കെ ഈ പറയുന്ന CGHS ആനുകൂല്യങ്ങൾ അവർക്ക് അവരുടെ ജീവനക്കാർക്ക് ലഭിക്കുന്നുണ്ട്. IIT ഒക്കെ ഓർത്താൽ മതി. പിന്നെ വരുന്നത് ഫോർമർ ജഡ്ജസ് ഓഫ് ദ ഹോണറബിൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആൻഡ് ഹോണറബിൾ ഹൈക്കോടതി. നമ്മുടെ സുപ്രീം കോടതി അതുപോലെ ഹൈക്കോടതി ജഡ്ജസ് ഉണ്ടല്ലോ, അവർക്കൊക്കെ CGHSന്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഫ്രീഡം ഫൈറ്റേഴ്സ്, സ്വാതന്ത്ര്യ സമര സേനാനികൾ കേട്ടോ. പിന്നെ എംപ്ലോയീസ് ഓഫ് ദ റെയിൽവേ ബോർഡ് ജേർണലിസ്റ്റ്, എംപ്ലോയീസ് ഓഫ് ദ റെയിൽവേ ബോർഡ്, അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് വെക്കേണ്ട. മറ്റേത് അടുത്ത പോയിന്റ് ആണ്. എംപ്ലോയീസ് ഓഫ് ദ റെയിൽവേ ബോർഡ്, റെയിൽവേ അറിയാം, ഇന്ത്യൻ റെയിൽവേസ് സെൻട്രൽ ഗവൺമെന്റ് ജോബാണ് അല്ലെ. അതുകൊണ്ട് തന്നെ റെയിൽവേ ബോർഡ് ജീവനക്കാർക്ക്. രണ്ടാമത്തെ പോയിന്റ് ആണ് ജേർണലിസ്റ്റ് എന്ന് പറയുന്ന വേറൊരു പോയിന്റ് ആണ്. ജേർണലിസ്റ്റ് ഹു ആർ മെമ്പേഴ്സ് ഓഫ് ദ പ്രസ് അസോസിയേഷൻ കേട്ടോ. പ്രസ് അസോസിയേഷനിലെ അംഗങ്ങളായിട്ടുള്ള ജേർണലിസ്റ്റുകൾക്ക്. പിന്നെ സിവിലിയൻ എംപ്ലോയീസ് ഓഫ് ഡിഫൻസ് കേട്ടോ. നമ്മുടെ ഡിഫൻസിനകത്തുള്ള സിവിലിയൻ എംപ്ലോയീസ്. സിവിലിയൻ എംപ്ലോയീസ്, സിവിലിയൻസ് എന്ന് പറഞ്ഞാൽ, സിവിലിയൻ എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിഫൻസിൽ കേട്ടോ, നമ്മുടെ ആർമി, ഇന്ത്യൻ ആർമി ഉണ്ടല്ലോ. ഓക്കെ, അതിനകത്തുള്ള സിവിലിയൻ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരല്ല, ആർമഡ് ഫോഴ്സസിന്റെ ഭാഗങ്ങളല്ല, അല്ലാതെ വരുന്ന ഡിഫൻസിന്റെ തന്നെ ഭാഗമായിട്ടുള്ള
ഈ ക്ലറിക്കൽ തസ്തികകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളിൽ പ്രത്യേകിച്ച് ക്ലറിക്കൽ മാത്രമല്ല ആംഡ് ഫോഴ്സസിന്റെ ഭാഗമല്ലാത്ത എല്ലാ ഡിഫൻസില് വേറെ തസ്തികകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ. ഇപ്പോ ഡ്രൈവർമാര്, കുക്കുകളൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ഡോക്ടേഴ്സ്, സർജൻസ്, പിന്നെ അവിടുത്തെ ക്ലറിക്കൽ വർക്കേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ ഡിഫൻസിന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ പട്ടാളക്കാരെ പോലെ ആംഡ് ഫോഴ്സസിന്റെ ഭാഗമല്ല. പക്ഷെ ഡിഫൻസിന്റെ തന്നെ വിവിധ തസ്തികകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അവരാണ് സിവിലിയൻ എംപ്ലോയീസ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള സിവിലിയൻ എംപ്ലോയീസ് ഓഫ് ഡിഫൻസ് അങ്ങനെയുള്ളവർക്കും CGHSന്റെ ആനുകൂല്യം ലഭിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പാർലമെന്റിന്റെ അതുപോലെ ഹൈക്കോടതി, സുപ്രീം കോടതി അവർക്കൊക്കെ എന്താ പറയുക, ഫുൾ ഗവൺമെന്റ് ആണ് നോക്കണം. എക്സ്പെൻസുകൾ കംപ്ലീറ്റ് ഗവൺമെന്റ് നോക്കിക്കോളും. എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും അറിയണ്ട, അവരുടെ കയ്യിൽ പൈസ എടുക്കണം, ഫുൾ ഗവൺമെന്റ് കൊടുക്കും. ഇങ്ങനെയുള്ള CGHS ആനുകൂല്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം. അടുത്തത് വരുന്നത് under this scheme the eligible central government employees can get the following health insurance benefit കേട്ടോ. അപ്പൊ ഈ CGHS സ്കീം പ്രകാരം എലിജിബിൾ ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് എന്തൊക്കെ ബെനിഫിറ്റുകൾ കിട്ടും? അപ്പൊ നമ്മൾ ESI പഠിച്ചപ്പോ ESIയുടെ കുറെ ബെനിഫിറ്റുകൾ പഠിച്ചില്ലേ, ഫിറ്റ്നസ് ബെനിഫിറ്റ്, എൻഹാൻസർ എന്നൊക്കെ പഠിച്ചില്ലേ. എന്നതുപോലെ CGHSന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് അതും നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ CGHSന്റെ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ നോക്കാം കേട്ടോ. കവർ ഫോർ PPF, ട്രീറ്റ്മെന്റ് ആൻഡ് ദ ഇഷ്യൂവൻസ് ഓഫ് മെഡിസിൻസ്. കവർ ഫോർ PPF, എന്താണ് PPF എന്ന് പറഞ്ഞാല്? പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് കേട്ടോ. ഫുൾ ഫോം പഠിച്ചു വെക്കുന്നു കേട്ടോ. PPF എന്താണ്? പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. അപ്പൊ കവർ ഫോർ PPF എന്ന് പറഞ്ഞാല് PF-ലുള്ള ആൾക്കാര്, PF ഉള്ള ആളുകൾ ഉണ്ടാവുക, സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് തന്നെ PF ഉള്ള ആളുകൾക്ക് അവരുടെ PF-നുള്ളൊരു കവറേജ് കൊടുക്കണം. എന്നുവെച്ചാൽ അവരുടെ PF കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള ആ ഒരു കവറേജ് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ PF-ൽ ഉണ്ടാവും, അപ്പൊ PF ഉണ്ടാവും, അവരുടെ PF-നുള്ള കവറേജും കൂടെ എന്ത് കൊടുക്കുന്നുണ്ട്? CGHS-ൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. മനസ്സിലായോ? വെച്ചാൽ ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് PF ഉള്ള ആളാണ്, PF ഉണ്ട്, അദ്ദേഹം മരണപ്പെടുത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നോമിനി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ നോമിനിക്ക് പിന്നീട് അദ്ദേഹത്തിന്റെ PF കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ആ രീതിയിലുള്ള ഒരു കവറേജ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഇഷ്യൂവൻസ് ഓഫ് മെഡിസിൻ കേട്ടോ. ഈ പറയുന്ന അവരുടെ കുടുംബങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ ഈ പറയുന്ന ട്രീറ്റ്മെന്റിന്, മരുന്നുകൾക്കൊക്കെയുള്ള എക്സ്പെൻസുകൾക്കുള്ള കവറേജ് ഒക്കെ CGHS കിട്ടുന്നുണ്ട്. പിന്നെ വരുന്നത് കവർ ഫോർ കൺസൾട്ടേഷൻ വിത്ത് സ്പെഷ്യലിസ്റ്റ് അറ്റ് ദ ഗവൺമെന്റ് ഹോസ്പിറ്റൽ കേട്ടോ. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരൊക്കെ ഉണ്ടാകും, കാർഡിയോളജിസ്റ്റ്, പൾമണോളജിസ്റ്റ്, അങ്ങനെയുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സുമായിട്ടുള്ള കൺസൾട്ടേഷനുള്ള ചെലവുകളും മറ്റുള്ള കവറേജിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡോർ ട്രീറ്റ്മെന്റ് അറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആൻഡ് എൻപാനൽഡ് ഹോസ്പിറ്റൽസ് കേട്ടോ. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും എൻപാനൽഡ് ഹോസ്പിറ്റൽസിലും ഇൻഡോർ ട്രീറ്റ്മെന്റ്, ദാറ്റ് മീൻസ് അവിടെ അഡ്മിറ്റ് ആയിട്ട് കിടന്ന് അഡ്മിറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നതിനുള്ള ചെലവുകൾ അല്ലെ, ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന്റെ എക്സ്പെൻസുകളൊക്കെ അതിനുള്ള കവറേജ് ഒക്കെ കിട്ടുന്നുണ്ട്. ഒരു ഡൗട്ട് ഉണ്ടാവും, എൻപാനൽഡ് ഹോസ്പിറ്റൽ എന്താണെന്ന് കേട്ടോ. എൻപാനൽഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് കമ്പനികളൊക്കെ അവര് ഇൻഷുറൻസ് കവറേജിനായിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എംപാനൽഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മളിപ്പോ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പറയും ഇന്ന ഹോസ്പിറ്റലുകളിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ലഭിക്കും, ഇതിന്റെ ആനുകൂല്യം ലഭിക്കും. അപ്പൊ അങ്ങനെ ഒന്നില്ലെങ്കിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ആ ഇൻഷുറൻസ് പ്രൊവൈഡർ, ഇൻഷുറൻസ് കമ്പനി അവർ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ചില ഹോസ്പിറ്റൽസ് ഉണ്ടായിരിക്കും. അതിനകത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ മാത്രമല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അവിടെ ആ പറയുന്ന ഹോസ്പിറ്റലുകളിലെ ട്രീറ്റ്മെന്റിനുള്ള ആനുകൂല്യങ്ങൾ അവിടെ കിട്ടും. അങ്ങനെ അപ്പൊ നമ്മൾ മെഡിസെപ്പ് കാർഡ് എത്തിയില്ല, മെഡിസെപ്പ് നമ്മുടെ ഇതാണ്, നമ്മുടെ കേരള ഗവൺമെന്റ് എംപ്ലോയീസിനൊക്കെ കൊടുക്കുന്നതാണ്, പെൻഷനേഴ്സിനൊക്കെ കൊടുക്കുന്നതാണ് മെഡിസെപ്പ് എന്ന് പറയുന്ന ആനുകൂല്യം. ഈ മെഡിസെപ്പ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അത് ലിസ്റ്റ് ഔട്ട് ചെയ്തത് ഇന്ന ഹോസ്പിറ്റലുകളിലെ ട്രീറ്റ്മെന്റിനുള്ള ആനുകൂല്യം മെഡിസെപ്പ് കാർഡിൽ കൊടുക്കുകയില്ല. അതിനകത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ മാത്രമല്ല ഒരുപാട് പ്രൈവറ്റ് നല്ല ഹോസ്പിറ്റലുകളൊക്കെ അതിനകത്ത് പെടുത്തിയിട്ടുണ്ട്. ആ ഒരു ഇതാണ് എംപാനൽഡ് ഹോസ്പിറ്റൽ ഉദ്ദേശിക്കുന്നത്, അതാണ് അത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലാണ്. അത്തരത്തില് ഗവൺമെന്റ് ഹോസ്പിറ്റലിലും എംപാനൽഡ് ഹോസ്പിറ്റലിലും ഈ പറയുന്ന അഡ്മിറ്റ് ആവുന്നതിനുള്ള, അഡ്മിറ്റ് ആയി ട്രീറ്റ്മെന്റ് എടുക്കുന്നതിനുള്ള അതിനകത്ത് കവർ ചെയ്ത് പോകുന്നുണ്ട്.
പിന്നെ വരുന്നത് കവർ ഫോർ ദ ഫാമിലി വെൽഫെയർ സർവീസസ് കേട്ടോ. അതായത് അവരുടെ കുടുംബക്ഷേമ സേവനങ്ങൾക്കുള്ള കവറേജും മറ്റുമൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ കവർ ഫോർ മെറ്റേണിറ്റി എക്സ്പെൻസസ് കേട്ടോ. അതായത് പ്രസവാനുകൂല്യങ്ങള്, പ്രസവ ചെലവുകൾക്കൊക്കെയുള്ള കവറേജ് കിട്ടുന്നുണ്ട്. പിന്നെ കവർ ഫോർ ആയുഷാണ്. ആയുഷ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആയുർവേദ, യോഗ ആൻഡ് നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾക്കൊക്കെയുള്ള കവറേജിൽ കിട്ടുന്നുണ്ട്. അലോപ്പതി മാത്രമല്ല, ആയുർവേദ ട്രീറ്റ്മെന്റ് എടുക്കണമെങ്കിൽ എടുക്കാം, യുനാനി ട്രീറ്റ്മെന്റ് എടുക്കണമെങ്കിൽ എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. അതിനുള്ള കവറേജ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ആർക്കാണിത്? സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ്. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ CGHSനെ പറ്റി മനസ്സിലാക്കാൻ കേട്ടോ. 1954 ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് ഓർത്ത് വെക്കുക. 1954 ഇതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസും പെൻഷനേഴ്സും അവരുടെ ഫാമിലി മെമ്പേഴ്സും ആണ് കേട്ടോ. പിന്നെ പ്രത്യേകം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. എന്തൊക്കെ ബെനിഫിറ്റുകളാണെന്ന് മനസ്സിലായല്ലോ. അടുത്ത് കേട്ടോ, ഇതാറായില്ലേ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് CGHS കാർഡിനെ പറ്റിയാണ് കേട്ടോ. കാർഡ് അടുത്ത ദിവസം കൊടുക്കാം കേട്ടോ. അപ്പം കാർഡ്, പിന്നെ നമുക്കിനി ഒരു ഇതും കൂടെ പഠിക്കാനുണ്ട്. RSPY പഠിക്കാനുണ്ട് കേട്ടോ. അടുത്തൊരു ഇൻഷുറൻസ് കൂടെ പഠിക്കാനുണ്ട്. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന എന്ന് പറയുന്ന ഒരു സ്കീം പഠിക്കാനുണ്ട്. പിന്നെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അത്രയേ ഉള്ളൂ. അത് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഈ ചാപ്റ്റർ കഴിയും കേട്ടോ. അയ്യോ, ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് അല്ലല്ലോ, കുറച്ചും കൂടി ഉണ്ടല്ലോ. അത് വേറെ പീരിയഡ്. ഓക്കെ, അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് സെൻട്രൽ മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടല്ലോ, അത് എടുക്കാം കേട്ടോ. അടുത്ത ദിവസം കൊണ്ട് അത് തീർക്കാൻ പറ്റുമോ നോക്കാം. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. വരും അപർണ മിസ് നെക്സ്റ്റ് വീക്ക് ഉണ്ടാവും. അതായത് എനിക്ക് ചൊവ്വാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നല്ലോ, ചൊവ്വാഴ്ച തന്നെ ക്ലാസ് ഉണ്ടല്ലോ, ആ പീരീഡ് അപർണ മിസ് ആയിരിക്കും കേട്ടോ. അപ്പൊ എനിക്ക് ശരിക്കും 3 അവർ ഉണ്ടായിരുന്നു നിങ്ങളുടെ ബാച്ചിനകത്ത്. എനിക്കിപ്പോ നിലവിൽ 2 അവർ വരും കേട്ടോ. ഒരു അവർ ഞാൻ മിസ്സിനാണ് കൊടുത്ത് മിസ് കയറും കേട്ടോ. എന്റെ ഒരു അവർ മിസ് കയറും. ഓക്കെ, എനിക്ക് വേറൊരു ബാച്ചിലും കൂടെ അവർ തന്നു, അതുകൊണ്ടാണ് കേട്ടോ. ആതിര മിസ് ഉണ്ടാവും കേട്ടോ. ആതിര മിസ് ഉണ്ടാവും. ആതിര മിസ്സും അപർണ മിസ്സും ഞാനും സോളി മിസ്സും ഉണ്ടാവും കേട്ടോ. ഓക്കെ, വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ നിങ്ങൾക്ക്? ശരിയല്ല കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് കാണാം. താങ്ക് യു.
Good afternoon. Good afternoon. Good afternoon, ma'am. എല്ലാവർക്കും good afternoon. PDF എല്ലാവർക്കും കാണാലോ? Yes. Yes. Laundry and linen services. നമ്മള് importance of laundry services ആണ് പറഞ്ഞത് അല്ലേ? Importance of laundry services in hospital. Okay. Yes, ഇത് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞില്ലേ? പോസിറ്റീവ് പബ്ലിക് ഇമേജസ് വരെ പറഞ്ഞല്ലോ. Yes. നെക്സ്റ്റ് വരുന്നത് planning for hospital linen and laundry services relates on ടൈം വ്യത്യാസം ഉണ്ടാവോളൂ? വ്യത്യാസം ഉണ്ടാവും കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി, പറയൂ കേട്ടോ. അങ്ങനെയാണ് പ്ലാനിങ് ഫോർ ഹോസ്പിറ്റൽ linen and laundry services relates on. എന്താണ് ഇവിടെ പറയുന്നത്? അതായത് ലോണ്ടറി സർവീസസിനെ ഡിപ്പെൻഡ് ചെയ്യും. അത് ലോണ്ടറി സർവീസസിന് വേണ്ടി പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒരു ലോണ്ടറി സർവീസ് ഹോസ്പിറ്റലിൽ പ്ലാൻ ചെയ്യുമ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? റിലൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിപ്പെൻസ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. റിലൈസ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ, കൈൻഡ് ഓഫ് ദ ഹോസ്പിറ്റൽ. കൈൻഡ് എന്നാണ് ഇവിടെ കിങ് എന്നാണ് എടുക്കുന്നത്, മിസ്റ്റേക്ക് ആണ്. കൈൻഡ്, KIND, kind of the hospital. Availability of linen laundry services and adjoining areas, weather conditions, type of clientele. അപ്പോൾ എന്താണ്? ഹോസ്പിറ്റലിൽ ലിനൻ സർവീസസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് അല്ലെ അലക്ക് സേവനങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം? സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ അല്ലെ? സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ വലുതാണോ ചെറുതാണോ എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ലോണ്ടറി സർവീസസിന്റെ ഡിപ്പാർട്ട്മെന്റ് പ്ലാൻ ചെയ്യുന്നത് അല്ലെ? എന്തൊക്കെ സർവീസസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. വലിയ ഹോസ്പിറ്റലാണെങ്കിൽ വലിയ തരത്തിലുള്ള ആവശ്യങ്ങൾ, റിക്വയർമെന്റ്സ് ആവശ്യമായിട്ട് വരാം. ദെൻ കൈൻഡ് ഓഫ് ദ ഹോസ്പിറ്റൽ. കൈൻഡ് ഓഫ് ദ ഹോസ്പിറ്റൽ എന്താണ്? കൈൻഡ്, എന്തായിരിക്കും കൈൻഡ് ഓഫ് ദ ഹോസ്പിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത്? ഏത് രീതിയിലുള്ള ഹോസ്പിറ്റൽ സേവനങ്ങളാണ് അവിടെ കൊടുക്കുന്നത് അല്ലെ? ഏത് തരം അല്ലെ? എങ്ങനെയുള്ളതാണ് എന്നുള്ളത് തീരുമാനിക്കണം. ചില ഹോസ്പിറ്റൽ എല്ലാത്തരം ട്രീറ്റ്മെന്റ്സുകളും ഡിപ്പാർട്ട്മെന്റ്സിൽ ഉണ്ടാവണമെന്നില്ല അല്ലെ? ചിലപ്പോൾ 1 2 3 ഡിപ്പാർട്ട്മെന്റ്സിൽ മാത്രമായിരിക്കും അവർ കൈകാര്യം ചെയ്യുന്നത്. ആ ഒരു തരം കൂടി അവിടെ നോക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള വസ്ത്രങ്ങൾ മാത്രം നമുക്ക് പ്ലാൻ ചെയ്താൽ മതിയാവും അല്ലെ? ലോണ്ടറി സർവീസിൽ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രമുള്ള തരത്തിലായിരിക്കും നമ്മൾ കോട്ടൺസ് സ്വീകരിക്കുന്നത്. ഓക്കെ. Then availability of linen and laundry services in adjoining areas. പിന്നെന്താ വരുന്നത്? Availability of linen and laundry services in adjoining areas. എന്താണ് തേർഡ് പോയിന്റിൽ പറയുന്നത്?
തേർഡ് പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയത്. ലിനൻ അലക്ക് സേവനങ്ങളുടെ ലഭ്യത, ലൗണ്ടറി സർവീസസിന്റെ അവൈലബിലിറ്റി നോക്കും അല്ലെ. ലിനന്റെ അവൈലബിലിറ്റി ഓഫ് ലിനൻ, ആവശ്യാനുസരണം എന്താണ് സർവീസസിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ലിനൻസ് അവൈലബിൾ ആവുന്ന പ്ലേസസ് ആണോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. ഓക്കെ. ദെൻ വെതർ കണ്ടീഷൻസ്. വെതർ കണ്ടീഷൻസ് എന്താണ്? വെതർ കണ്ടീഷൻസ് കാലാവസ്ഥാ സാഹചര്യങ്ങൾ അല്ലെ. അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ സാഹചര്യങ്ങൾ ഉള്ളിടത്താണോ എന്നുള്ളത് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഓക്കെ. പിന്നെ ടൈപ്പ് ഓഫ് ക്ലൈന്റൈൽ. ടൈപ്പ് ഓഫ് ക്ലൈന്റൈൽ എന്താണ്? ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളുടെ തരം അല്ലെ. ആരൊക്കെയാണ്, ഏതൊക്കെ ഡോക്ടേഴ്സ്, എത്ര സ്റ്റാഫുകൾ, എത്ര മറ്റേ സ്റ്റാഫുകൾ, നോൺ ടെക്നിക്കൽ സ്റ്റാഫുകൾ തുടങ്ങി പല ടൈപ്പ് ഓഫ് ക്ലൈന്റൈൽസ് അവിടെ വരുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ അനുസരിച്ചിട്ടുള്ള എത്രത്തോളം വീതം, ഇപ്പൊ ഡോക്ടേഴ്സിന്റെ കോട്ട് പോലെ ആയിരിക്കില്ല ലാബ്സിൽ വരുന്ന കോട്ട്. അപ്പൊ എന്താണ്, അപ്പൊ ഓരോരുത്തരിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള മെറ്റീരിയൽസും മോഡൽസും ആയിരിക്കും സ്വീകരിക്കേണ്ടത്. അപ്പൊ ലൗണ്ടറി പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ അതും കൂടി ടൈപ്പ് ഓഫ് ക്ലൈന്റൈൽ കൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. ഒന്ന് വരുന്നത് എന്താണ്, സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ വലുപ്പം അനുസരിച്ചിട്ടാണ് നമ്മൾ ലൗണ്ടറി സർവീസസ് പ്ലാൻ ചെയ്യുന്നത്. കൈൻഡ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ തരം അനുസരിച്ചിട്ട്. പിന്നെ ലിനന്റെ അവൈലബിലിറ്റി, വെതർ കണ്ടീഷൻസ് ആൻഡ് ടൈപ്പ് ഓഫ് ക്ലൈന്റൈൽ. ഇത്തരം കാര്യങ്ങൾ നോക്കിയിട്ടാണ്, ഇതൊക്കെ നോക്കിയതിനു ശേഷമാണ് എന്ത് ലൗണ്ടറി സർവീസസിൽ പ്രത്യേകമായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ അത്? യെസ്. നെക്സ്റ്റ് വരുന്നത് mechanized laundry services has been established as the best method for washing linen. It is not only convenient but safe, dependable and cheaper when compared with other methods. Mechanized laundry services. Mechanized laundry services എന്ന് പറയുന്നത്. Hi Vignesh, good afternoon. യന്ത്രവൽകൃത അലക്ക് സേവനം അല്ലെ. ഹോസ്പിറ്റലിൽ ഏത് തരത്തിലാണ്, കല്ലിലിട്ടാണോ അലക്കി ഉണക്കുന്നത്? യെസ്, മെഷീൻസിൽ, പ്രത്യേകിച്ച് വാഷിംഗ് മെഷീൻസുകൾ ഉപയോഗിച്ച് സ്ക്യൂസറൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അലക്ക് സേവനം അവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. യെസ്. Mechanized laundry services have been established as the best method for washing linen. എന്താണ്, നല്ല രീതിയിൽ laundry services പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് mechanized laundry services പ്രൊവൈഡ് ചെയ്യുന്നത്, യന്ത്രവൽകൃത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത്. It is not only convenient but safe. എന്താണ്, ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള നേട്ടം എന്താ? മെഷീനറി ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, വളരെയധികം നമുക്ക് സേഫ് ആണ് അല്ലെ. മെഷീനറീസ് ഉള്ളത് കൊണ്ട് തന്നെ വളരെയധികം സേഫ് ആയിട്ട് മെറ്റീരിയൽസ്, അല്ലെങ്കിൽ മെറ്റീരിയൽസിന്റെ ഹാങ് ഓവർ ഇപ്പോഴും തീർന്നിട്ടുള്ള അത് കയറി വരുന്നുണ്ട് ക്ലാസ്സിൽ. ലിനൻസ് കൈകാര്യം ചെയ്യുന്നത് വളരെ സേഫ് ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ എന്താണ്, ഡിപ്പെൻഡബിൾ ആൻഡ് ചീപ്പർ വെൻ കമ്പയർഡ് വിത്ത് അതർ മെത്തേഡ്സ്. മറ്റു മെത്തേഡുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെഷീനറി ഉള്ളത് കൊണ്ട് തന്നെയാണ് ലിനൻ സർവീസ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. It was chapter laundry services, laundry and linen services, chapter 2. Laundry and linen services. വളരെയധികം സൗകര്യപ്രദവുമാണ്, അതോടൊപ്പം തന്നെ എന്താണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള രീതിയിലാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിലവിടെ പറയുന്നത് കേട്ടോ. എന്താണ്, mechanized laundry services has been established as the best method for washing linen. Linen യൂസ് ചെയ്യുന്ന ലിനൻ വാഷ് ചെയ്യുന്നതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, മെക്കാനൈസ്ഡ് ലൗണ്ടറി സർവീസസ് ആണ്. ഓക്കെ, യന്ത്രവൽകൃത അലക്കു സേവനം.
ഓക്കെ, അടുത്ത ഭാഗം വരുന്നത് why are administrators choosing to outsource? Why are administrators choosing outsource? എന്താണ് ഔട്ട്സോഴ്സ്? ഔട്ട്സോഴ്സ് ഹോസ്പിറ്റലിനകത്താണോ ഔട്ട്സോഴ്സ്, പുറത്തായിരിക്കും ഔട്ട്സോഴ്സ്? ആ, പുറത്തേക്കുള്ള വഴിയോ? ഔട്ട്സൈഡ് അല്ലെ, ഔട്ട്സൈഡ് ആണ്. അതായത് having a laundry department involves lot of labor, advanced machineries, materials and cost. ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവിടെ ഒരുപാട് ലേബേഴ്സ് ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ, ഒരുപാട് തൊഴിലാളികൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്, അഡ്വാൻസ്ഡ് മെഷീനറീസ് ആവശ്യമായി വരുന്നുണ്ട്, അതിന് മെറ്റീരിയൽസ് കോസ്റ്റും വരുന്നുണ്ട്. അപ്പൊ മെഡിക്കൽ ഇൻവെന്റ്സ് ആർ ഓൾവേസ്, മെഡിക്കൽ ലിനൻസ് എന്നാണ് കേട്ടോ, ഇൻവെന്റ്സ് എന്നാണ് അവിടെ കിടക്കുന്നത്, മെഡിക്കൽ ലിനൻസ് എന്നാക്കാം, ഇതോടെ മിസ്റ്റേക്ക് ആണല്ലേ, മെഡിക്കൽ ലിനൻസ് കണ്ടോ, മെഡിക്കൽ ലിനൻസ്, ഇൻവെന്റ്സ് എന്നാണ് കിടക്കുന്നത്, ലിനൻസ് എന്നാക്കാം. Okay, medical linens are always exposed to infection and dangerous materials. So, medical linen, medical വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? Always exposed to infection and dangerous materials. പറഞ്ഞ എന്താ? എന്താണ്? ചെറിയ ചെറിയ വാക്കുകൾ നിങ്ങൾക്കും പറയാം. കണ്ടാമിനേറ്റഡ് ആണ്, മലിനമാണ്, ഓൾറെഡി എന്താണ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് ഇൻഫെക്റ്റഡ് ആവാനുള്ള ഡേഞ്ചറസ് മെറ്റീരിയൽസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ, ഹോസ്പിറ്റൽ സെറ്റിംഗ്സിൽ. അപ്പൊ അത് എന്താണ്, സ്റ്റെയിൻഡ് ആവാനുള്ള അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇഫ് ആക്ച്വൽ പ്രൊസീജിയേഴ്സ് ആർ നോട്ട് ഫോളോ, it would have a major effect on the quality of service provided. And a professional medical laundry services of an external agency is to handle hospital linen with a high level of care as per the specialized needs. ഇവിടെ എന്താ പറയുന്നത്, അതായത് ലിനൻസ് ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിലുള്ള നടപടിക്രമങ്ങൾ തന്നെയായിരിക്കണം സ്വീകരിക്കേണ്ടത്. അവ പാലിച്ചില്ലെങ്കിൽ, അതായത് കൃത്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് പാലിച്ചില്ലെങ്കിൽ, ആക്ച്വൽ പ്രൊസീജിയേഴ്സ് പാലിച്ചില്ലെങ്കിൽ എന്താണ്, നല്ല രീതിയിലുള്ള സർവീസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ, നല്ല ഗുഡ് ക്വാളിറ്റി ഉള്ള ലിനൻസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ചില സമയത്ത് എന്താണ്, ഹോസ്പിറ്റലില് ഒരു ശരിക്കും പറഞ്ഞ ടെക്നിക്സ് എടുക്കുകയാണ്. എന്താ ചെയ്യുന്നത്, പിന്നെ പ്രൊഫഷണൽ മെഡിക്കൽ ലോണ്ടറി സർവീസസിന്, അതായത് പുറത്ത് ഔട്ട്സോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നതാണ്, പുറത്ത് മെഡിക്കൽ പ്രൊഫഷണൽ ലൗണ്ടറീസ് നടത്തുന്ന അല്ലെങ്കിൽ അലക്ക് സേവനങ്ങൾ നടത്തുന്ന മറ്റ് ഔട്ട്സോഴ്സസ് ആണ്, പ്രൈവറ്റ് കമ്പനീസിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് എന്ത് കൊടുക്കുന്നു, എക്സ്റ്റേണൽ ഏജൻസീസ് ആണ് അവരല്ലേ, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഏജൻസീസ് ആണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, external agencies to handle hospital linen with a high level of care as per the special needs. അതായത് ഹോസ്പിറ്റലിന് ആവശ്യാനുസരണം എന്താണ്, ഹൈ ലെവൽ കെയർ ലിനൻസിന് കിട്ടാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണൽ ഏജൻസി പുറത്തു കൊടുക്കുന്നു. അത്രയും മനസ്സിലാക്കുക കേട്ടോ. എന്താണ്, പുറത്തൊരു സേവനം, അലക്ക് സേവനക്കാർക്ക് നമ്മൾ മെറ്റീരിയൽസ് കൊടുക്കുകയാണ്. ഹോസ്പിറ്റല് എന്താണ്, ഹൈ ക്വാളിറ്റീസ് അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പുറത്ത് സോഴ്സസിന് അവൈലബിൾ ആക്കുകയാണ്. Then it is known as outsourcing. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിലെ അലക്ക് സേവനങ്ങൾ അല്ലെങ്കിൽ ലിനൻ പ്രൊഡക്ട്സുകൾ മറ്റ് എക്സ്റ്റേണൽ ഏജൻസിക്ക് കൊടുത്തിട്ട് ക്ലീനിങ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്ത്, ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ എന്താണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്? ഇവിടെ എക്സ്റ്റേണൽ ഏജൻസി എന്ന് ഉദ്ദേശിക്കുന്നത് പുറത്തുള്ള ഒരു ഏജൻസി, അതായത് ഔട്ട്സോഴ്സിംഗ് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഓക്കെ, ഞാൻ നിർത്തിയതാണോ? കുറെ നേരമായില്ല, 3-4 പീരീഡ് ആയി ക്ലാസ് എടുക്കും, നിന്ന് പോയതാണ് ക്ലാസ് കേട്ടോ. ഒറ്റ സെക്കൻഡ്, ഇപ്പൊ തുടങ്ങാം. ഓക്കെ, നമുക്ക് മനസ്സിലായി. ഹോസ്പിറ്റലിലെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ പുറത്തുള്ള ഏജൻസിക്ക് ലിനൻ സർവീസുകൾ കൊടുക്കുന്നത്. ഇനി it depends on the practicability,
size and economic of the hospital. While selecting a laundry services, administrators have to consider the following factors. അപ്പൊ നമ്മളിത് പറഞ്ഞ എക്സ്റ്റേണൽ ഏജൻസിക്ക് മെറ്റീരിയൽസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ലിനൻ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞു ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ അത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഒന്ന്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രാക്ടിക്കബിലിറ്റി. പ്രാക്ടിക്കൽ ആവുന്ന രീതിയിലായിരിക്കും നമ്മൾ അത് കൊടുക്കേണ്ടത്. അത് മാത്രമല്ല ആ ഒരു ഹോസ്പിറ്റലിന്റെ ഇക്കണോമിക് സൈസും വലിപ്പവും അല്ലെങ്കിൽ ആ ഒരു ഇക്കണോമിക് സ്റ്റെബിലിറ്റി അനുസരിച്ചുള്ള ഹോസ്പിറ്റലിന് മാത്രം ഇങ്ങനെ പുറത്തൊക്കെ കൊടുത്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എക്കണോമിക്കലി സ്റ്റേബിൾ അല്ലാത്ത ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ് അവര് അവിടെ തന്നെ ചെയ്യുള്ളൂ അല്ലെ, അവിടെ തന്നെ അവരുടെ ലവൻഡറി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ആയിരിക്കുള്ളത് കാര്യക്ഷമമായിട്ട് ചെയ്തു തീർക്കുന്നത്. പക്ഷെ അല്ലാത്ത പക്ഷം എന്താണ്, അതൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്, വളരെ സൈസ് കൂടിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ് അവരിതേപോലെ എക്സ്റ്റേണൽ ഏജൻസിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഹൈ കെയർ ഓഫ് ക്വാളിറ്റി ലിനക്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എക്സ്റ്റേണൽ ഏജൻസിനെ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഔട്ട്സോഴ്സിംഗ് മെത്തേഡ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഈ ഔട്ട്സോഴ്സിംഗ് തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. എന്തൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഹാവ് ടു കൺസിഡർ ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. അപ്പൊ ഔട്ട്സോഴ്സിംഗ് മെറ്റീരിയൽ കൊടുക്കുന്നതിന് മുമ്പ് ഇവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത് നോക്കാം. എന്തൊക്കെയാണ്? സർവീസ് ക്വാളിറ്റി. ഇപ്പൊ എക്സ്റ്റേണൽ ഏജൻസി ആയ ഔട്ട്സോഴ്സിംഗ് ഏജൻസി നല്ല രീതിയിൽ ഇപ്പൊ എല്ലാ ഹോസ്പിറ്റൽസും സേവനങ്ങൾ കൊടുക്കുന്നതാണോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യും അല്ലെ. സർവീസ് ക്വാളിറ്റി നല്ലതാണോ, അവർ കൊടുക്കുന്ന വസ്ത്രങ്ങൾ നല്ല ക്ലീൻ ആൻഡ് ഇൻഫെക്ഷൻസ് ഒക്കെ കൃത്യമായ രീതിയിൽ കൺട്രോൾ ചെയ്തിട്ടാണോ തരുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. പിന്നെന്താണ്? റെപ്യൂട്ടേഷൻ ഓഫ് ദ സർവീസസ്. എന്താണ്? സേവനത്തിന്റെ പ്രശസ്തി, റെപ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള സർവീസസ് ആണോ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നത് ചെക്ക് ചെയ്യുന്നു. പിന്നെന്താണ്? പ്രൈസിങ് എക്യുപ്മെന്റ് യൂസ്ഡ്. പ്രൈസിങ് എക്യുപ്മെന്റ് അവരവിടെ ഉപയോഗിക്കുന്ന മെഷീൻസിന്റെ ഒക്കെ എന്താണ് വില കൂടിയ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം അവരവിടെ എന്താണ് എക്യുപ്മെന്റ് വാഷിംഗ് മെഷീൻ ആ സ്ക്യൂസർ ആയിക്കോട്ടെ എന്തുവാണെങ്കിലും എന്താണ് വളരെ വില കൂടിയ ക്വാളിറ്റി ഉള്ള മെഷീൻസ് ആയിരിക്കാം അവരോട് ഉപയോഗിക്കുന്നത്. അത് കൂടി അവരവിടെ ചെക്ക് ചെയ്യുന്നു. കൊടുക്കുന്ന സമയത്ത് നോക്കും നിങ്ങൾ ഏത് തരം ഉപകരണത്തിലാണല്ലോ ഏത് കമ്പനിയുടെ മെഷീൻസ് ആണ് ഉപയോഗിക്കുന്നത് അത് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഔട്ട്സോഴ്സിംഗിന് ലിവിംഗ് മെറ്റീരിയൽസ് ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, സർവീസ് ക്വാളിറ്റി, സേവന നിലവാരം നോക്കുന്നു. പിന്നെന്താണ്? റെപ്യൂട്ടേഷൻ ഓഫ് ദി സർവീസസ്, സേവനത്തിന്റെ പ്രശസ്തി നോക്കുന്നു. പിന്നെന്താണ്? പ്രൈസിങ് എക്യുപ്മെന്റ് യൂസ്ഡ്, ഉപയോഗിച്ച വസ്തുവിന്റെ വില നിർണ്ണയം, ഏറ്റവും വില കൂടിയ ഉപകരണങ്ങളാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത് കൂടി അവരവിടെ ചെക്ക് ചെയ്യും. ഈ 3 കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ഔട്ട്സോഴ്സിംഗിന് കൊടുക്കുന്നത്. ഓക്കെ, ഓക്കെ ആണോ? ക്ലിയർ. നെക്സ്റ്റ് വരുന്നത് ഈ ഔട്ട്സോഴ്സിംഗിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് കേട്ടോ. ഓക്കെ, അഡ്വാൻറ്റേജസ് ഓഫ് ഔട്ട്സോഴ്സിംഗ്. more cost effective solution. ഒരുപാട് കോസ്റ്റ് ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ. നല്ല രീതിയിൽ പൈസ കൊടുത്തിട്ടായിരിക്കും അവര് ഔട്ട്സോഴ്സിംഗ് ഏൽപ്പിക്കും. പക്ഷെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് എന്താണ് നല്ല രീതിയിലുള്ള ലിനക്സ് അവർ തിരികെ നൽകുന്നുണ്ട്. ഓക്കെ, most cost effectiveness. Then increase efficiency and productivity of our facilities. Our nillato increase efficiency and productivity of facilities. എന്താ വരുന്നത്? പ്രവർത്തനക്ഷമതയും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നു അല്ലെ. നല്ല രീതിയിൽ പ്രൊഡക്റ്റീവും എഫിഷ്യന്റ് ആയിട്ട് പ്രൊഡക്റ്റും ഫെസിലിറ്റീസും ഉണ്ടായിരിക്കും. Then improved quality of care provided. എന്താണ്? നല്ല ക്വാളിറ്റി ഉള്ള അല്ലെ, നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ നമുക്ക് പ്രൊഡക്ട്സ് ലിനൻ മെറ്റീരിയൽസുകൾ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഈ 3 അഡ്വാൻറ്റേജസ് ആണ് എന്തിനുള്ളത്? ഔട്ട്സോഴ്സിംഗ് സർവീസസിനുള്ളത്, പുറത്ത് കൊടുക്കുന്ന അലക്ക് സേവനങ്ങൾക്കുള്ളത്. എന്തൊക്കെയാണ്? മോർ കോസ്റ്റ് ഇഫക്റ്റീവ് സൊല്യൂഷൻ ആണ്. മോർ കോസ്റ്റ് ഇഫക്റ്റീവ് സൊല്യൂഷൻ. ഇൻക്രീസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി, പ്രവർത്തനക്ഷമതയും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ്? ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡഡ്, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു. ഓക്കെ, അഡ്വാൻറ്റേജ് ഒന്ന് നോക്കി വെക്കണം കേട്ടോ. എക്സാമിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അഡ്വാൻറ്റേജസ് ഓഫ് ഔട്ട്സോഴ്സിംഗ് സർവീസസ് ഒന്ന് നോക്കണം കേട്ടോ.
യെസ്. ഇപ്പൊ ഔട്ട്സോഴ്സിങ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഔട്ട്സോഴ്സിങ് എന്തുകൊണ്ടാണ് ഔട്ട്സോഴ്സിങ് തിരഞ്ഞെടുക്കുന്നത്, എന്താണ് അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് മനസ്സിലായോ? യെസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ ഇൻ ഹോസ്പിറ്റൽസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ ഇൻ ഹോസ്പിറ്റൽസ് എന്താണ്? ജനറൽ പർപ്പസ് ലിനൻ, അതായത് 4 കാറ്റഗറീസ് വരുന്നുണ്ട് ഇവിടെ. ക്ലാസിഫൈ ചെയ്യുമ്പോൾ ലിനൻസ് തുണിത്തരങ്ങള് ക്ലാസിഫൈ ചെയ്യുമ്പോൾ 4 കാറ്റഗറീസ് വരുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് ജനറൽ പർപ്പസ് ലിനൻ, പേഷ്യന്റ് ലിനൻ, വാർഡ് ലിനൻ, ഓട്ടി ലേബർ റൂം, പ്രൊസീജിയർ റൂം ലിനൻ. നോക്കാം. ജനറൽ പർപ്പസ് ലിനനിൽ എന്തൊക്കെ വരുന്നു? കർട്ടൻ, സ്ക്രീൻസ്, ടേബിൾ ക്ലോത്ത്സ് എക്സെട്ര. കർട്ടൻ, സ്ക്രീൻസ്, ടേബിൾ ക്ലോത്ത്സ് എക്സെട്ര. Then patient linen. Patient linen എന്തൊക്കെ ഉൾപ്പെടുന്നു? Patient clothing including gowns, coats, etc. Patient linenil patient clothing including gowns, coats, etc. പിന്നെ ward linen, clothing used in ward like എന്തൊക്കെയാണ്? bed sheets, blankets, pillow covers, etc. Ward linenil ഉൾപ്പെടുന്ന എന്തൊക്കെയാണ്? clothing used linens in what like bed sheets, blankets, pillow covers. OT, operation theatre, labor room, procedure room lok varuna linen edokeyana? Surgical gowns, scrub suits, gowns, cap, etc. Okay. Yes. ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കിയേ നിങ്ങളാ? നോക്കിയേ. Yes. Proper healthcare laundry procedures and disinfecting are very important to infection control and prevention of spread diseases. Proper ആയിട്ട് നമ്മൾ laundry procedures ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? Disinfecting ചെയ്യുന്നത് അല്ലേ? Disinfecting and infection control and prevention of spread diseases. ഒന്നാമത് വസ്ത്രങ്ങളില് ഡിസിൻഫെക്ട് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ എന്താണ്? ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതിനും അതോടൊപ്പം എന്താണ്? സ്പ്രെഡ് ആവുന്ന ഡിസീസസിനെ പ്രിവെന്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ലോണ്ടറി പ്രൊസീജിയേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പൊ മനസ്സിലായില്ലേ? ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പല ക്ലാസിഫിക്കേഷനിലൂടെയാണ് നമ്മൾ പല മെറ്റീരിയൽസും കളക്ട് ചെയ്യുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അല്ലെങ്കിൽ ഓരോ ഏരിയാസിൽ നിന്നും യൂണിറ്റ്സിൽ നിന്നും അങ്ങനെയാണ് ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ ലിനൻസ് കളക്ട് ചെയ്യുന്നത്. എല്ലാം കൂടി ഒരുമിച്ചല്ല നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇൻഫെക്ഷൻസ് പടരാതിരിക്കാനും മറ്റ് സ്പ്രെഡ് ഡിസീസസ് ഉണ്ടെങ്കിൽ അതൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സെപ്പറേറ്റ് പ്രൊസീജിയേഴ്സുകളും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അത് കളക്ട് ചെയ്യുന്നത്. It is very important to establish and carry out healthcare laundry guidelines to make sure that staff have the right protection and safety. It is very important to establish and carry out healthcare laundry guidelines. For healthcare guidelines, അതായത് laundry സർവീസിന് പ്രത്യേകമായ ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിനനുസരിച്ച് തന്നെയായിരിക്കും അവിടെയുള്ള സ്റ്റാഫുകൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ എന്താണ്? സ്റ്റാഫുകളുടെ പ്രൊട്ടക്ഷനും കൂടി അവിടെ ഉത്തമമാണ് അല്ലെ? സ്റ്റാഫുകളും അവിടെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. ഇത്തരത്തിലുള്ള ലിനൻസുകൾ സ്വീകരിക്കുന്ന സമയത്ത്, ഇതൊക്കെ കളക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്? നമ്മൾ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കേണ്ടതുണ്ട് അല്ലെ? സ്റ്റാഫുകൾ കുറച്ച് നിയമങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് കോമൺ പ്രാക്ടീസസ് എന്ന് പറയുമ്പോൾ? സേഫ്റ്റിക്കുള്ള കോമൺ പ്രാക്ടീസസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? യൂസ് ഓഫ് PPE, യൂസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ സ്റ്റാഫുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെന്താണ്? ബാഗ്സ് ടു കളക്ട് സ്റ്റെയിൻഡ് ലിനൻ. സ്റ്റെയിൻഡ് ആയിട്ടുള്ള ലിനൻ കളക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് യൂസ് ചെയ്യണം? ബാഗ് ഉപയോഗിച്ചിട്ട്. ബാഗിലായിരിക്കണം ഈ ലിനനുകൾ കളക്ട് ചെയ്യേണ്ടത്. ചില ഹോസ്പിറ്റലിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ചിലവർ കയ്യിൽ തന്നെ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടെങ്കിലും കയ്യിൽ എടുത്തുകൊണ്ട് പോകുന്ന കണ്ടിട്ടുണ്ട്. ചില ഏജ്ഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കയ്യിൽ എടുത്തുകൊണ്ട് പോകും, ബാഗിലൊന്നും ഇടാതെ വെറുതെ ചിലപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് തോളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകും, ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്.
അങ്ങനെ ഒരിക്കലും ചെയ്ത് നമ്മൾ സ്റ്റെയിൻഡ് ലിനൻ എടുക്കുമ്പോൾ അത് ബാഗിലായിരിക്കണം കളക്ട് ചെയ്യുന്നത്. ഓക്കെ. Then store stained and clean laundry separately. Store stained and clean laundry separately. നമ്മൾ സ്റ്റെയിൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽസുകൾ കൃത്യമായ രീതിയിൽ സ്റ്റോർ ചെയ്യാൻ വേണം. ആ ലൗണ്ടറി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണം കേട്ടോ. അപ്പൊ മലിനമായ സാധനങ്ങൾ കൊണ്ടുവന്നാൽ എന്താണ്, കൃത്യമായ ഒരു പ്ലേസിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യണം. അതിനുശേഷം ആ ലൗണ്ടറി പ്ലേസ് എന്ത് ചെയ്യണം, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുകയും വേണം. ഓക്കെ. പിന്നെന്താണ്, പെർഫോം ഹാൻഡ് ഹൈജീൻ. നല്ല രീതിക്ക് കൈകൾ വൃത്തിയാക്കിയിരിക്കുക. ഹാൻഡ് ഹൈജീൻസ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെന്താ, provide training on proper laundry handling. Provide training on proper laundry handling. സ്റ്റാഫുകൾക്ക് ലിനൻ സർവീസുകൾ പ്രോപ്പർ ആയിട്ട് കൈകാര്യം ചെയ്യുന്നതിനായിട്ട് എന്താണ് ട്രെയിനിങ് പ്രോഗ്രാംസ് അല്ലെ പരിശീലനങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. ഇതൊക്കെയാണ് എന്ത് ലൗണ്ടറി സ്റ്റാഫുകൾക്കുള്ള ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിനുള്ള ഗൈഡ് ലൈൻസ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇതൊക്കെയാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുക. സ്റ്റെയിൻഡ് മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നത് ഏതിലായിരിക്കണം, ബാഗുകളിലായിരിക്കണം. ഇനി സ്റ്റോർ സ്റ്റെയിൻ ആൻഡ് ക്ലീൻ ലൗണ്ടറി സെപ്പറേറ്റ്ലി. സ്റ്റെയിൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, സെപ്പറേറ്റ് ആയിട്ട് ലൗണ്ടറി ക്ലീൻ ചെയ്തിരിക്കണം. ദെൻ പെർഫോം ഹാൻഡ് ഹൈജീൻ. നല്ല രീതിയിലുള്ള ഹാൻഡ് ഹൈജീനിങ് ഉണ്ടായിരിക്കണം. എന്താണ്, ലൗണ്ടറി സർവീസ് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിനായിട്ട് പരിശീലനങ്ങൾ കൊടുക്കുക. ഇതൊക്കെയാണ് എന്ത് സ്റ്റാഫുകളുടെ റൈറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രത്യേകമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? യെസ്. അടുത്തത് പ്രോസസ് ഓഫ് സോയിൽഡ് ലിനൻ. പ്രോസസിംഗ് ഓഫ് സോയിൽഡ് ലിനൻ. മലിനമായ ലിനന്റെ പ്രോസസ് എങ്ങനെയാണ്? ഓക്കെ. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ലിനൻസ് നമ്മൾ എങ്ങനെയാണ് വൃത്തിയാക്കുന്നത്? നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? ഇല്ല, നല്ല കുട്ടികളാണ്, ഉറക്കം വരില്ല. യെസ്. ഇത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് പ്രോസസിംഗ് ഓഫ് സോയിൽഡ് ലിനനിൽ വരുന്നത് എന്താണ്, സോർട്ടിങ് അല്ലെ. സോർട്ടിങ് ചെയ്യാം. സോർട്ടിങ് യൂസ്ഡ് ലിനൻ. ഓക്കെ. ഈ ചാപ്റ്റർ കുഴപ്പമില്ല. ഇനി വരുന്ന ഒരു ചാപ്റ്റർ ഇച്ചിരി കുഴപ്പമാണ്. പിന്നെ അങ്ങോട്ട് കുഴപ്പമുണ്ടാവില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് ചാപ്റ്റർ വലിയ കുഴപ്പമില്ല. ഞാൻ എടുക്കുന്ന പോർഷൻസ്, ബാക്കിയുള്ളവർ എനിക്ക് അറിയില്ല കേട്ടോ. ഇപ്പൊ അപർണാമിക്സ് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക്. രണ്ട് പോർഷൻസ് അപർണാമിക്സ് എടുക്കും. Okay, sorting. Used linen should be collected from each department and separated. Linen stained with the body fluids should be kept separately. ഫസ്റ്റ് വരുന്നത് സോർട്ട് ചെയ്യണം അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നും എന്താണ് യൂസ്ഡ് ആയിട്ടുള്ള ലിനൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നു. ദെൻ അതിനുശേഷം എന്തായിരുന്നു, അത് സോർട്ട് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റഡ് ആക്കുന്നു. ലിനൻ ടെയിൻഡ് വിത്ത് ബോഡി ഫ്ലൂയിഡ് ഷുഡ് ബി കെപ്റ്റ് സെപ്പറേറ്റ്ലി. ഇനി എന്താണ്, ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ അത് കലർന്നിട്ടുള്ള മെറ്റീരിയൽസ് എന്താണ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മാറ്റുന്നു. ഓക്കെ, സെപ്പറേറ്റഡ് ആയിട്ട് മാറ്റി നിർത്തുന്നു. അതാണ് ഫസ്റ്റ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. സോർട്ട് ചെയ്യുക. സോളിഡ് ലിനൻ സോർട്ട് ചെയ്യുന്നു. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. സ്റ്റെയിൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽസുകൾ സെപ്പറേറ്റ് ചെയ്യുന്നു. സ്റ്റെയിൻ വരുന്ന കാരണം എന്താണ്, ഫ്ലൂയിഡ്സുകൾ അല്ലെ, ബോഡി ഫ്ലൂയിഡ്സ് മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ഫ്ലൂയിഡുകൾ ആയതിനു ശേഷം കൊണ്ടാണ് അത് സെപ്പറേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം എന്താണ്, സ്ലൂസിങ് ആൻഡ് ഡിസിൻഫെക്ടിങ് ഇൻഫെക്റ്റഡ് ഓർ tainted linen after soaking in 0.5% bleaching solution for 30 minutes. Should be washed with water and detergent before washing. Next step ആണ് സ്ലൂസിങ് അല്ലെ. അത് കഴിയുന്നത് എങ്ങനെയാണ്, ഡിസിൻഫെക്ടിങ് ഇൻഫെക്റ്റഡ് ഓർ tainted linen after soaking. അതായത് ബ്ലീച്ച് ചെയ്യും അല്ലെ, സോക്ക് ചെയ്ത് വെക്കണം. എത്ര സമയം,
ബ്ലീച്ചിങ് കണ്ടന്റ് ഉപയോഗിച്ചുകൊണ്ട് ബ്ലീച്ചിങ് ഏജന്റ് ഉപയോഗിച്ചുകൊണ്ട് അതായത് 0.5% ബ്ലീച്ചിങ് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം ഒരു 30 minutes നമ്മൾ എന്ത് ചെയ്യണം? 30 minutes should be washed with water and detergent before washing. ആദ്യം സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം 30 minutes സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം എന്താണ്? പിന്നീട് നമ്മൾ ഡിറ്റർജൻസ് ഉപയോഗിച്ചുകൊണ്ട് വാഷ് ചെയ്യണം. ഓക്കെ. Then soiled linen should be bundled and an entry should be made. Infected linen should be accounted for and handed over separately. At this stage, ഒരു മിനിറ്റ്. Yes, the soiled linen should be bundled. അതായത് ഈ സോയിൽഡ് ആയിട്ടുള്ള ലിനൻ എന്ത് ചെയ്യുന്നത്? നമ്മൾ ബണ്ടിൽ ആക്കിയിട്ടാണ്. ബണ്ടിൽ ആക്കാന്ന് പറഞ്ഞാൽ എന്താണ്? ബണ്ടിൽ ചെയ്യാന്ന് പറയുന്നത് എങ്ങനെയാ? ബണ്ടിൽ ഇങ്ങനെ കെട്ടാക്കി വെക്കില്ല, നമ്മളെ ബണ്ടിലാക്കി വെക്കാന്നാണ്. ഒരുമിച്ചത് കൂട്ടി വെക്കുന്നത് കെട്ടെന്ന് പറയും നമ്മൾ അല്ലെ. ഓക്കെ. അതിനുശേഷം എന്താ ചെയ്യുന്നത്? The infected linen should be accounted for and hand over separately at this stage. അപ്പൊ ബണ്ടിൽ ആക്കിയതിനു ശേഷം എന്താണ്? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസ് നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് മാറ്റുന്നു. The linen should also inspected for tears and damage. എന്താണ്? Linen should be inspected for tears and damage. ആ ഒരു സമയത്താണ് നമ്മൾ ലിനൻസിന് ഏതെങ്കിലും തരത്തിൽ ഡാമേജസ് ഉണ്ടോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതെന്താ ചെയ്യുന്നത്? സ്ലൂസിങ് ചെയ്യുന്ന വെച്ചാൽ കഴുകണം എങ്ങനെയാണ്? ഡിസിൻഫെക്ടിങ് ഇൻഫെക്റ്റഡ് ഓർ ടെയിൻഡ് ലിനൻസ് എന്താണ്? ബ്ലീച്ചിങ് സൊല്യൂഷനിൽ 0.5% ബ്ലീച്ചിങ് സൊല്യൂഷന് 30 minutes നമ്മൾ കുതിർത്താൻ വെക്കുന്നു. അതിനുശേഷം ഡിറ്റർജന്റ് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുന്നു. പിന്നീട് അതൊരു ബണ്ടിൽസിലേക്ക് ആക്കിയിട്ട് അതിൽ നിന്ന് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസ് സെപ്പറേറ്റ് ചെയ്യുന്നു. പിന്നെ അതിനുശേഷം എന്താണ്? ലിനൻ also be inspected for tears and damage. എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജസ് അതിന് വന്നിട്ടുണ്ടോ എന്ന് കൂടി ഈ ഒരു ഘട്ടത്തിലാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ. തേർഡ് പ്രോസസിങ് എന്താണ്? വാഷിംഗ്, എക്സ്ട്രാക്ടിങ്, conditioning, ironing. The linen should be washed, taken out, conditioned and ironed by the laundry staff. Infected linen should be washed separately. ഇനി വാഷിംഗ് ആൻഡ് എക്സ്ട്രാക്ടിങ് അല്ലെ? വാഷ് ചെയ്യുക, എക്സ്ട്രാക്ട് ചെയ്യുക, വേർതിരിച്ചെടുക്കുക, അതിനെ കണ്ടീഷനിങ് ചെയ്യുക, അയണിങ് ചെയ്യുക. പിന്നെന്താണ്? The linen should be washed, taken out of condition and then ironed by the laundry staff. Infected linen should be washed separately. അപ്പൊ ഈ പ്രോസസ്സ് വാഷിംഗ് കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം എന്താണ്? ഇൻഫെക്റ്റഡ് ലിനൻ നമ്മൾ എപ്പോഴും കഴുകുമ്പോഴെപ്പോഴും സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കും അത് വാഷ് ചെയ്യുന്നത്. ഇത് മറ്റുള്ള ലിനൻസിന്റെ കൂട്ടത്തിലിട്ട് ഒരുമിച്ച് കഴുകാനായിട്ട് സാധിക്കില്ല. ഓക്കെ. അപ്പൊ മറ്റുള്ള ക്ലോത്ത്സിലേക്ക് അതിന്റെ അത് പകരാനുള്ള ചാൻസസ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്? ഇൻഫെക്റ്റഡ് ലിനൻസ് എപ്പോഴും നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ടാണ് വാഷ് ചെയ്യുന്നത്. പിന്നെ pressing, fourth step ആണ് pressing and folding. The pressed and folded clean linen should be stored in a dry place on racks. Clean linen should be shifted, transported on a clean trolley to various areas. ഇപ്പൊ വാഷിംഗ് ഒക്കെ കഴിഞ്ഞ എല്ലാ ശേഷം എന്താണ്? പ്രസ് ചെയ്യല്ലേ? ഇതൊക്കെ കൃത്യമായിട്ട് പ്രസ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എവിടെ വെക്കുന്നു? ക്ലീൻഡ് ആയിട്ടുള്ള ലിനൻസ് ഡ്രൈ ആയിട്ടുള്ള പ്ലേസിലോ അല്ലെങ്കിൽ റാക്കുകൾ ഉണ്ടാവും, ഇതൊക്കെ സൂക്ഷിക്കുന്നതിനായിട്ടുള്ള റാക്ക് ഷെൽഫ്സ് ഒക്കെ ഉണ്ടാവും. അവിടെ എന്താണ്? കൃത്യമായിട്ട് അത് പ്ലേസ് ചെയ്യുന്നു. പിന്നീട് എന്താണ്? ക്ലീൻ ലിനൻ ഷുഡ് ബി ഷിഫ്റ്റഡ്, ട്രാൻസ്പോർട്ട്. ക്ലീൻ ആയിട്ടുള്ള ലിനൻസ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങോട്ടേക്ക്? ഒരു ട്രോളി ഉപയോഗിച്ചുകൊണ്ട് യൂസ്ഡ് ഏരിയാസിലേക്ക്, വേരിയസ് ഏരിയാസിലേക്ക് ആവശ്യാനുസരണം അത് വിതരണം ചെയ്യപ്പെടുന്നു. ഇങ്ങനെയാണ് നമ്മൾ പ്രോസസ്സിംഗ് സോളിഡ് ലിനൻ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായത്? വീണ്ടും പറയണോ? ചുരുക്കി പറയാം. നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്താണ്? ലിനൻസ് കളക്ട് ചെയ്യുന്നു, യൂസ്ഡ് ആയിട്ടുള്ള ലിനൻസ് കളക്ട് ചെയ്യുന്നു, ഫ്ലൂയിഡ് ഒക്കെ ആയിട്ടുള്ള ലിനൻസ് ഉള്ളത് സെപ്പറേറ്റ് ചെയ്യുന്നു. പിന്നെ എന്താണ്? സ്ലൂസിങ്, ഡിസിൻഫെക്ടിങ് പ്രോസസ് ആണ്. അതായത് 0.5% ബ്ലീച്ചിങ് സൊല്യൂഷൻ ഉപയോഗിച്ച് 30 minutes നേരം അത് കുത്തി വയ്ക്കുന്നു. പിന്നീടാണ് ഡിറ്റർജന്റ് ഉപയോഗിച്ചുകൊണ്ട് അത് വാഷ് ചെയ്യുന്നത്. പിന്നീട് അതിനെ കണ്ടൻസറിലാക്കിയിട്ട് അതിൽ നിന്നും
സെപ്പറേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് ലിനൻസ്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസ് സെപ്പറേറ്റഡ് ആക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും ഡാമേജസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നു. പിന്നീട് ആ ഒരു പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണം അല്ലെ. വാഷിംഗ്, എക്സ്ട്രാക്ടിങ്, കണ്ടീഷനിങ്, അയണിങ് ആൻഡ് ലിനൻ ഷുഡ് ബി വാഷ്. കൃത്യമായിട്ട് ഇത് വാഷ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിലൂടെ. പിന്നീട് അത് കണ്ടീഷനിങ് ചെയ്തിട്ട് എന്താണ്, ഇൻഫെക്റ്റഡ് ലിനൻ നമ്മൾ അപ്പോഴും എന്താണ് വാഷ് സെപ്പറേറ്റഡ് ആയിട്ടാണ് വാഷ് ചെയ്യുന്നത്. അതിനുശേഷം പ്രസ് ചെയ്യുന്നു, ഫോൾഡ് ചെയ്യുന്നു. പിന്നെ ഓരോ ഡ്രൈ പ്ലേസസിലേക്ക് ലിനൻ മെറ്റീരിയൽസുകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആവശ്യാനുസരണം യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രോളിയിൽ കൊണ്ടുപോയിട്ട് നമ്മളത് വിതരണം ചെയ്യപ്പെടുന്നു. അതാണ് അതിന്റെ മെയിൻ പ്രോസസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പ്രോസസിങ് സോയിൽഡ് ലിനൻ എങ്ങനെയാണ് ഫസ്റ്റ് വരുന്നതിൽ ഏതാണ് ഫസ്റ്റ്? സ്ലൂസിങ് ആൻഡ് സോർട്ടിങ് ആണോ? യെസ്, സോർട്ടിങ്, സ്ലൂസിങ് ആൻഡ് ഡിസിൻഫെക്ടിങ്, വാഷിംഗ്, എക്സ്ട്രാക്ടിങ്, കണ്ടീഷനിങ്, അയണിങ്, ഡ്രസ്സിങ് ആൻഡ് ഫോൾഡിങ്. പ്രോസസ്സാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത് കേട്ടോ. പ്രോസസ് സോളിഡ് ലിനൻ എന്നുള്ളത് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇതിങ്ങനെ ഓർഡർ തെറ്റിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പൊ ഫസ്റ്റ് വാഷിംഗ് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് വാഷിംഗ് ABC വാഷിംഗ് ആയിരിക്കും ആദ്യം കൊടുക്കുന്നത്. അങ്ങനെ മാറ്റി മറിച്ചൊക്കെ ചോദിക്കാം. ഓക്കെ, ഓക്കെ, അത് മനസ്സിലായല്ലോ? ക്ലിയർ ആണോ? അടുത്തത് കോമൺലി യൂസ്ഡ് എക്യുപ്മെന്റ് ടിപ്പിക്കൽ ലൗണ്ടറി. കോമൺലി യൂസ്ഡ് എക്യുപ്മെന്റിന്റെ ടിപ്പിക്കൽ ലൗണ്ടറി എന്തൊക്കെ യൂസ്ഡ് എക്യുപ്മെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത്? വാഷിംഗ് മെഷീൻ, ഹാൻഡ് അയൺ, ഡ്രയർ, distribution trolley, air compressor, sweeping machine, etc. are some of the commonly used equipment in a laundry. Okay. Washing machines, hand iron, dryer, distribution trolley, air compressor, sweeping machine, etc. are some of the commonly used equipments in a laundry. ഇത്ര മെഷീൻസ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കുന്നത്. Okay. Then soiled or contaminated laundry handling is very vital for the safety and well-being of patients and staff. Patients and staff എന്നാണ് കേട്ടോ. Patients and staff എന്നാണ്. Tense എന്നാണ് കിടക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇത്ര മിസ്റ്റേക്ക് വരുന്നുണ്ടോ? എന്താ പിള്ളേരെ? ഉണ്ടല്ലേ, തിപ്പിക്കോളൂ കേട്ടോ. സേഫ്റ്റി ആൻഡ് വെൽബീയിങ് ഓഫ് പേഷ്യൻസ് ആൻഡ് സ്റ്റാഫ് എന്നാണ് കേട്ടോ. പേഷ്യൻസ് ഇവിടെ വരുത്താം. ഇവിടെ എന്താ പറയുന്നത്? soiled or contaminated laundry handling is very vital for safety and well-being of patients and staff. നമ്മള് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ലൗണ്ടറി കൈകാര്യം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. പ്രത്യേകിച്ച് ആരുടെയൊക്കെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ടാണ്? പേഷ്യൻസിന്റെയും സ്റ്റാഫിനും സുരക്ഷയും ക്ഷേമവും അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് അത് സെപ്പറേറ്റഡ് ആയിട്ട് നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റ് അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. സ്റ്റാഫുകളെയും അതുപോലെ തന്നെ പേഷ്യൻസിനെയും ഒരേപോലെ തന്നെ എന്താണ് സുരക്ഷയെ മുൻകണ്ടിട്ടാണ് നമ്മള് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ലൗണ്ടറി സർവീസുകൾ പ്രത്യേക രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. Linen that comes in contact with workers or individuals can be contaminated with injuries, microorganisms and body fluids. അപ്പോൾ ഈ ലിനൻസിൽ എങ്ങനെയാണ് നമ്മളിവിടെ അഴുക്കുകൾ വരുന്നത് അല്ലെങ്കിൽ അത് മലിനമാകുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? Contact with workers or individuals can become contaminated with എങ്ങനെയാണ്? Injuries, microorganisms and body fluids. Body fluids നിന്നോ അല്ലെങ്കിൽ ഇഞ്ചുറീസിൽ നിന്നുള്ള മൈക്രോ ഓർഗാനിസംസിൽ നിന്നൊക്കെയാണ് നമുക്ക് ആ ഒരു ലിനൻസ് കണ്ടാമിനേറ്റഡ് ആവുന്നത് അല്ലെങ്കിൽ അത് മലിനമാകുന്നത്. അതായത് ഇത്തരത്തിൽ ഇഞ്ചുറീസ് സംഭവിച്ചിട്ടുള്ള ആളുകളുമായിട്ട് നമ്മൾ സമ്പർക്കം
പുലർത്തുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ബോഡി ഡ്രസ്സുകളിൽ ലിനൻസിൽ എന്ത് സംഭവിക്കുന്നത്? കണ്ടാമിനേറ്റഡ് ആവുന്നത്, ആ വസ്ത്രം മലിനമാകുന്നത്. Personal protective equipment must be worn when infection is handled. അപ്പൊ അത് പകരാതിരിക്കാൻ, എത്രത്തില് ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുക, PPE വെയർ ചെയ്യുക. അതോടൊപ്പം എന്താണ്? ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട്, പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു. All infected linen must be washed separately to other items. ഇനി എല്ലാ ഇൻഫെക്റ്റഡ് ലിനൻസും നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാത്തിന്റെ കൂടെ ഒരുമിച്ചാണ് അത് കഴുകേണ്ടത്? അല്ല, അല്ലെ? must be washed separately to other items. മറ്റ് വസ്തുക്കളുമായിട്ട് നമ്മൾ ഇടപെടാത്ത തരത്തിലായിരിക്കണം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസ് നമ്മൾ വാഷ് ചെയ്യേണ്ടത്. ഓക്കെ, ഉപയോഗിക്കുമ്പോൾ അത്തരത്തിലുള്ള ഡ്രസ്സുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ PPE വെയർ ചെയ്തിരിക്കണം. ഫസ്റ്റ് ആയിട്ടും PPE വെയർ ചെയ്തിട്ട് വേണം ഇത്തരത്തിലുള്ള കണ്ടാമിനേറ്റഡ് വസ്തുക്കൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ പിള്ളേരെ, മനസ്സിലായോ? സോയിൽഡ് ഓർ കണ്ടാമിനേറ്റഡ് ലൗണ്ടറി എന്താണെന്ന്? യെസ്. ഇനി what are the different type of laundry collected? What are the different types of laundry collected? എന്ത് ടൈപ്പ് ഓഫ് ലൗണ്ടറീസ് ആണ് വരുന്നത്? യൂസ്ഡ് ലിനൻ ഉണ്ട്, സോയിൽഡ് ലിനൻ ഉണ്ട്, ഇൻഫെക്റ്റഡ് ലിനൻ ഉണ്ട്, തിയേറ്റർ ലിനൻ ഉണ്ട് കേട്ടോ. യൂസ്ഡ് ലിനൻ എന്താണ്? ഉപയോഗിച്ച ലിനൻസ് അല്ലെ? ഏതൊക്കെയാണ്? This type of linen has been used in patient care but is not apparently stained. എന്താണ്? യൂസ് ചെയ്ത് എന്താണ്? ലിനൻസ് ആയിരിക്കാം, പക്ഷെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ എന്താണ്? അത് ഉപയോഗശൂന്യമായിട്ട് തോന്നില്ല അല്ലെ? അതായത് പ്രത്യക്ഷത്തിൽ അത് മലിനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ആൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇപ്പൊ നമ്മളിപ്പോ കാഷ്വാലിറ്റിയിലേക്ക് കയറുന്ന സമയത്ത് ഒരു പേഷ്യന്റ് കിടന്നതിന് ശേഷം ചിലപ്പോ അവിടെ ചീത്തായിട്ടൊന്നും ഉണ്ടാവില്ല അല്ലെ? മോശമൊന്നും ആവാതെ ബെഡൊക്കെ കറക്റ്റ് അതേപോലെ തന്നെ അറേഞ്ച് ആയിരിക്കും കിടക്കുന്നത്. പക്ഷെ അവിടെ ഒരു പേഷ്യന്റ് കിടന്നിട്ടുണ്ടാവും, പ്രത്യേകിച്ച് കാഷ്വാലിറ്റിയിൽ അത് വാർഡ്സിലൊക്കെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ നമ്മൾ കയറുന്ന സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു ഫീൽ ആയിരിക്കും നമുക്ക് തോന്നുന്നത് അല്ലെ? ആ ബെഡിൽ ആരും കിടന്നിട്ടില്ല എന്നായിരിക്കും നമുക്ക് തോന്നുന്നത് ആണ്. ചിലര് അപ്പൊ തന്നെ ഒരു മണിക്കൂറൊക്കെ ഇരുന്നിട്ട് ചിലപ്പോൾ നെബുലൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് അവിടെ ഒന്ന് ഇരിക്കുക മാത്രം ചെയ്യുള്ളൂ അല്ലെ? അപ്പൊ അവിടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും എന്താണ്? നമ്മൾ നേരെ നോക്കുന്ന സമയത്ത് അത് അതായത് മലിനമായിട്ടുണ്ടാവില്ല, കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ടാവില്ല. അതാണ് യൂസ്ഡ് ലിനൻ എന്ന് പറയുന്നത്. ഓക്കെ, this type of linen has been used in a patient care but is not apparently stained. Apparently stained. Appearance നോക്കുമ്പോൾ നമുക്ക് എന്താണ്? അത് മലിനമായിട്ടില്ല എന്ന ഫീലിംഗ് തോന്നും. ഇനി സോയിൽഡ് ലിനൻ എന്താണ്? This type of linen has been contaminated or stained as they come in contact with the blood, body fluids, secretions or excretions or other items. എന്താണ്? വിസർജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് വിസർജ്യ വസ്തുക്കളൊക്കെ ആയിട്ടുള്ള ബോഡി ഫ്ലൂയിഡ്സ് തുടങ്ങിയെങ്കിൽ ബ്ലഡ് തുടങ്ങിയ മുതലായവ ആയിട്ടുള്ള വസ്ത്രങ്ങളാണ് എന്ത്? സോയിൽഡ് ലിനൻ അഥവാ കണ്ടാമിനേറ്റഡ് ലിനൻ കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുന്നത്. ഓക്കെ, യെസ്. ഇനി ഇൻഫെക്റ്റഡ് ലിനൻ എന്താണ്? This type of linen can be used or soiled linen but from patient with a known or suspected infection. വിസർജ്യങ്ങളാണ് കേട്ടോ. എക്സ്കർഷനുകൾ വിസർജ്യങ്ങളാണ്. എക്സ്കർഷൻസ് ഉദ്ദേശിക്കുന്ന വിസർജ്യ വസ്തുക്കൾ അല്ലെങ്കിൽ ഓക്കെ. ഇൻഫെക്റ്റഡ് ലിനന്റെ പ്രത്യേകത എന്താണ്? ഇൻഫെക്റ്റഡ് ലിനന്റെ പ്രത്യേകത എന്താ? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനന്റെ പ്രത്യേകത എന്താണ്? അത് മലിനമാക്കിയിട്ടുള്ള ഓൾറെഡി മലിനമായിട്ടുള്ള ലിനൻസ് ആയിരിക്കാം, ലിനൻ കാറ്റഗറിയിലായിരിക്കും ഉൾപ്പെടുന്നത് അല്ലെ? ഓക്കെ. ഇനി തിയേറ്റർ ലിനൻ എന്താണ്? തിയേറ്റർ ലിനൻ used in operation theaters or surgical procedures. തിയേറ്റർ ലിനൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൽ യൂസ് ചെയ്ത അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയേഴ്സിന് യൂസ് ചെയ്ത ലിനൻസ് ആണ് നമ്മൾ തിയേറ്റർ ലിനൻ കാറ്റഗറീസിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, these are the different type of laundry collected. സർജിക്കൽ പ്രൊസീജിയേഴ്സിന് ഉപയോഗിച്ചിരിക്കുന്ന ക്ലോത്ത്സ് ആണ് തിയേറ്റർ ലിനൻ എന്ന് പറയുന്നത്.
എന്തൊക്കെയാണ് നമ്മൾ നോക്കൂ. യൂസ്ഡ് ലിനൻ. യൂസ്ഡ് ലിനൻ. യൂസ്ഡ് ലിനൻ എന്താണ്? പേഷ്യന്റ്. This type of linen has been used in a patient care but is not apparently tainted. ലക്ഷ്യത്തില് നമുക്ക് മലിനമാകാത്ത ടൈപ്പ് ലിനൻസ് ആണ് യൂസ്ഡ് ലിനൻ എന്ന് പറയുന്നത്. ഉപയോഗിച്ച ലിനൻസ്. Then soiled linen. ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ എക്സ്കർഷൻസ് ഒക്കെ ഉള്ള ഐറ്റംസ് പടർന്ന ക്ലോത്ത്സുകളായിരിക്കും എന്ത് സോയിൽഡ് ലിനൻ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. അതായത് മലിനമായിട്ടുള്ള ലിനൻസ്. ഇൻഫെക്റ്റഡ് ലിനൻസ്. ഇൻഫെക്റ്റഡ് ലിനൻസിന്റെ പ്രത്യേകത എന്താണ്? This type of linen can be used or യൂസ് ചെയ്തതായിരിക്കാം സോയിൽഡ് ലിനൻ ബട്ട് ഫ്രം എ പേഷ്യന്റ് വിത്ത് എ നോൺ ഓർ സസ്പെക്റ്റഡ് ഇൻഫെക്ഷൻ. എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള അസുഖങ്ങളിൽ നിന്ന് സമ്പർക്കമുള്ള, അതായത് ഇപ്പൊ കൊറോണ ഒക്കെ സംഭവിച്ച സമയത്ത് അല്ലെങ്കിൽ നിപ്പയൊക്കെ സംഭവിച്ച സമയത്ത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അവരുടെ ക്ലോത്ത്സുകളൊന്നും തന്നെ മറ്റ് പേഷ്യൻസിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, യെസ്, നോൺ ഓർ സസ്പെക്റ്റഡ് ഇൻഫെക്ഷൻ ആണ് എന്ത് ഇൻഫെക്റ്റഡ് ലിനൻ കാറ്റഗറീസിൽ വരുന്നത്. തിയേറ്റർ ലിനൻ യൂസ്ഡ് ഓപ്പറേഷൻ തിയേറ്റർ ഓർ സർജറിക്കൽ പ്രൊസീജിയേഴ്സ്. തിയേറ്റർ ലിനൻ എന്തിനു വേണ്ടിയിട്ടാണ്? സർജറിക്കൽ പ്രൊസീജിയേഴ്സിന് ഉപയോഗിക്കുന്ന ലിനൻസ് ആണ്. ഓക്കെ, should be safe from potentially infection materials as well as for good hygiene practice. You should always use gloves when handling taint or contaminated laundry, as should remove to change to clean gloves before handling clean laundry. ഇവിടെ എന്താണ് നമ്മൾ വളരെ സേഫ് ആയിട്ടായിരിക്കണം ഇൻഫെക്റ്റഡ് മെറ്റീരിയൽസുകൾ കൈകാര്യം ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് നമ്മൾ നല്ല ഗുഡ് ഹൈജീനിക് പ്രാക്ടീസസുകൾ പാലിച്ചിരിക്കുകയും വേണം. അതോടൊപ്പം തന്നെ എന്താണ് വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഗ്ലൗസസ് യൂസ് ചെയ്യണം. അല്ലെ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എടുക്കുമ്പോൾ ഗ്ലൗസസ് യൂസ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം? ഗ്ലൗസ് റിമൂവ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കണം നമ്മൾ എന്തുപയോഗിക്കേണ്ടത്? ക്ലീൻ ലൗണ്ടറീസ് ഉപയോഗിക്കേണ്ടത്. അല്ലെ, ആ ഗ്ലൗസ് മോശമായി കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കരുത്. ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കരുത്. മാറ്റിയതിനു ശേഷം മാത്രമായിരിക്കണം ക്ലീൻ ലൗണ്ടറീസ് ക്ലീനപ്സുകൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. The person has a contagious diseases. Contagious disease എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും പകർച്ചവ്യാധികളുള്ള പേഴ്സൺസ് ഉണ്ടെങ്കിൽ or is contact locations, clothes should be washed separately. The washing machine must then be disinfected after washing. ഇനി ഏതെങ്കിലും പേഴ്സൺസിന് പകർച്ചവ്യാധികൾ അത്തരത്തിലുള്ള പകരുന്ന ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഉള്ള പേഷ്യൻസുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അവരോട് ഇടപെടുമ്പോൾ നല്ല രീതിയിൽ പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം അത്തരത്തിലുള്ള പേഷ്യൻസിനെ കൈകാര്യം ചെയ്യേണ്ടതും. അതോടൊപ്പം തന്നെ എന്താണ്? അവരുടെ ക്ലോത്ത്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടായിരിക്കണം വാഷ് ചെയ്യുന്നത്. പിന്നെ ഓൾറെഡി എന്തുകൂടി നമ്മൾ വാഷ് ചെയ്യണം? അത് അത്തരത്തിലുള്ള പേഷ്യൻസിന്റെ ഡ്രസ് വാഷ് ചെയ്തതിനു ശേഷം വാഷിംഗ് മെഷീൻ മസ്റ്റ് ദെൻ ബി ഡിസിൻഫെക്റ്റഡ് ആഫ്റ്റർ വാഷിംഗ്. വാഷിംഗ് മെഷീൻ നമുക്ക് കൃത്യമായിട്ടാണ് വൃത്തമാക്കുകയും ചെയ്യണം കേട്ടോ. വാഷിംഗ് മെഷീൻസ് ഡിസിൻഫെക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം, അണുവിമുക്തമാക്കിയിട്ടുണ്ടായിരിക്കണം. ഏത് സിറ്റുവേഷൻസിൽ ഏതെങ്കിലും പേഴ്സൺസിന് അല്ലെങ്കിൽ പകർച്ചവ്യാധികളുള്ള പേഷ്യൻസിന്റെ ഡ്രസ് മെറ്റീരിയൽസ് നമ്മൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് കൈകാര്യം ചെയ്യുകയും വേണം. അതിനുശേഷം വാഷിംഗ് മെഷീൻസ് നല്ല രീതിയിൽ ഡിസിൻഫെക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇനി മതിയോ? ഇനി എടുക്കണോ? എന്താ വേണ്ടത്? ഇത്രയും മതിയോ? സ്റ്റോപ്പ് ചെയ്യണോ ക്ലാസ്? മതി മതി, നെക്സ്റ്റ് ക്ലാസ് എടുക്കാം കേട്ടോ. ഇനി കഴിഞ്ഞു ഈ ചാപ്റ്റർ. ഒരു പേജ് കൂടി ഉള്ളൂ. ഒരു പേജ് കൂടി ഉള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മള് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ചാപ്റ്റർ ആണ് എടുക്കുന്നത് കേട്ടോ. ഇത് നോക്കി വെച്ചേരെ, സമയം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കിയേരെ. ഇനി നെക്സ്റ്റ് ട്യൂസ്ഡേ അടുത്ത ചിലപ്പോ സാറില്ലെങ്കിൽ ജോബ് സാറില്ലെങ്കിൽ ടീച്ചറായിരിക്കും എടുക്കുന്നത് കേട്ടോ. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഉണ്ട്, പറയൂ, എന്താണ് ഡൗട്ട് സുഹൈന?
സുഹൈന പറഞ്ഞോളൂ. ഇവിടെ വിസർജ്യ വസ്തുക്കളില്ലേ നമ്മളുടെ വിസർജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? മനസ്സിലായില്ലേ? ഇത് തന്നെ. PG ക്ലാസ് നിങ്ങളുടെ എക്സാം പുതിയ PG-യിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ആണോ? പുതിയ PG-യിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ആരുമില്ല, നമ്മുടെ ലെവലിൽ ആരുമില്ലേ PG-യിലേക്ക്? ഉണ്ടല്ലോ, അഫ്ന ഉണ്ടല്ലേ? അഫ്നാൻ നസീജ, പേരൊക്കെ നോക്കി നോക്കട്ടെ. ബബിത, അനു, ആതിര. വോയിസ് ആരും കേട്ടിട്ടില്ലേ? ശരി, ഓക്കെ. കുറെ പേര് കേട്ടിട്ടുണ്ടല്ലേ? നിങ്ങളുടെ ക്ലാസ് എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? 29 പറഞ്ഞത്? ഡേറ്റ് പറഞ്ഞിരുന്നോ നിങ്ങൾക്ക്? ഹുസീന, ഓക്കെ. 29 അല്ലെ? ഓക്കെ. PG ക്ലാസ് മിക്കവാറും ആഫ്റ്റർനൂൺ ആയിരിക്കാനാണ് ചാൻസ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടായിരിക്കും തുടങ്ങുന്നത്. ഇത് കഴിയുമ്പോഴേക്കായിരിക്കും. അറിയില്ല എങ്ങനെയാണ്. നിങ്ങൾക്ക് എന്തൊക്കെ സംശയം ഉണ്ടെങ്കിലും ഓഫീസിൽ ഒന്ന് വിളിച്ച് ചോദിക്കാം കേട്ടോ. ബാക്കി അവർ പറഞ്ഞു തരും എങ്ങനെയാണെന്ന്. ഇങ്ങനെയുള്ള ടെക്നിക്കലി കാര്യങ്ങൾ എല്ലാം കൂടി കൺഫ്യൂഷൻ ആവേ തീരും. ഇപ്പൊ ഓൾറെഡി നമ്മുടെ തീരാറായില്ലേ? ഡിപ്ലോമ തീരാറായില്ലേ? നിങ്ങള് ഡിപ്ലോമ കംപ്ലീറ്റ് കാര്യം പഠിച്ച ആൾക്കാരാണ്. ഇപ്പൊ 2-3 ചാപ്റ്റേഴ്സ് അല്ലേ ഉള്ളൂ. ഞാൻ ചിലപ്പോ ഉണ്ടാവുള്ളൂ, എനിക്കറിയില്ല. നമ്മുടെ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഒരു ടീച്ചേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. നമുക്ക് മെയ് 27 വരെയെങ്കിലും മാക്സിമം ഡേറ്റ് പറയുന്നുണ്ട്. ഇപ്പൊ അറിയില്ല എങ്ങനെയാണ് കേട്ടോ. നിങ്ങൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. നിങ്ങളുടെ എല്ലാ ചാപ്റ്റേഴ്സും തീർത്തിട്ട് നമ്മൾ എക്സാമിന് വിടും. പേടിക്കണ്ട. 1-2 മൊഡ്യൂൾ നന്നായിട്ട് എഴുതിയതല്ലേ നിങ്ങൾ? ഓക്കെ, യെസ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. 1-2 മൊഡ്യൂൾ സിമ്പിൾ ആയിരുന്നു, പക്ഷെ സെക്കൻഡ് പണിയാണ് അല്ലെ? 3-ഉം 4-ഉം ബുദ്ധിമുട്ടാണ്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.